രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടെ അനുവദിച്ച് തന്നതിനാൽ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ തിരുവചന പഠനത്തിനായി കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിനെ നാം സ്നേഹത്തോടെ വന്ദനം അറിയിക്കുന്നു. നാം ഒരുമിച്ചിവിടെ ചിലവഴിക്കുന്ന അല്പസമയം സന്തോഷമായി അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവ സന്നിധിയിൽ ആയിരിക്കാം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച കൊണ്ട് നാം 1-ാം അധ്യായം തീർക്കുവാൻ ദൈവം ഇടയാക്കി. 1-ാം അധ്യായം പൂർത്തിയായി. ഇന്ന് നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3 പ്രധാന വിഭജനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. What are the 3 major divisions of the book of Revelation? What you have seen, Yeah, the things that you have seen. നീ കണ്ടത്. And the things that are present. ഇപ്പോൾ ഉള്ളത്. And the things that are yet to come. ഇനി വരുവാൻ ഉള്ളത്. അപ്പോൾ നീ കണ്ടത് എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? John. ക്രിസ്തുവിന് സപ്തമഹിമ വിഭൂഷിതനായ ക്രിസ്തു, 7 വിധ മഹിമകൾ ധരിച്ച ക്രിസ്തു, 1-ാം അധ്യായത്തിൽ പറയുന്ന ക്രിസ്തു. അതാണ് നീ കണ്ടത്. നീ കണ്ടത്. പിന്നെ ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത് എന്താണ്? The things that are now, present now. That means chapters 2 and 3 about the 7 churches and their history. 7 സഭകളും ആ സഭകളെ സംബന്ധിച്ചുള്ള ദൂതുകളുമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴുള്ളത്. And the things that are yet to come. ഇനി വരുവാനുള്ളത്, സംഭവിക്കാനുള്ളത് എന്ന് പറയുന്നത് 4-ാം അധ്യായം 1 മുതൽ 22-ാം അധ്യായം അവസാന വാക്യം വരെയുള്ള സംഭവങ്ങളാണ് ഇനി സംഭവിക്കാൻ ഉള്ളത്. The things that are to happen എന്നുള്ളത്. അപ്പം അതിൽ നാം 1-ാമത്തെ ഭാഗം, മെയിൻ ഡിവിഷൻ്റെ 1-ാമത്തെ ഭാഗം കഴിഞ്ഞു. The things that we have seen. നീ കണ്ടത് അത് നാം മനസ്സിലാക്കി. ഇനി നാം 2-3 അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ 2-3 അധ്യായങ്ങൾ 7 സഭകളെ കുറിച്ചുള്ള ദൂതുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. മറക്കാതിരിക്കാനായിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാം എങ്കിലും മറക്കാതിരിക്കാനായിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് പറയാമല്ലോ. 7 സഭകളുടെ പേരുകൾ: Ephesus, Smyrna, Pergamum, Thyatira, Sardis, Laodicea, Philadelphia, Laodicea. Okay. You want to say that Bible in English? Can you? Okay, whatever way, tell that please. We want to hear. Pergamum, Sardis. Okay, you go on. Ephesus, Smyrna, Pergamum, Thyatira, Sardis, Philadelphia, Laodicea. Excellent. Very good. Very good. Very good. Those are the 7 churches. Okay. അപ്പം ഈ 7 സഭകളെ കുറിച്ചുള്ള ദൂതുകളാണ്. ആ സഭകൾ, അവരുടെ നിലവാരം, ആ സഭകൾ എങ്ങനെയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് സഭകളോട് എങ്ങനെയാണ് ഇടപെടുന്നത്, സഭകളെ ദൈവം എങ്ങനെയാണ് കാണുന്നത്, ആ സഭകൾ എങ്ങനെ ആയിത്തീരണം എന്നുള്ള കാര്യങ്ങളാണ് 7 സഭകളെ സംബന്ധിച്ച് ഉള്ള ഈ പ്രധാന ദൂതുകൾ. ഓക്കെ. ഇനി നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ 7 സഭകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഈ കാലയളവ്, അവർ ക്രിസ്ത്യൻ period of time is connected with all these 7 churches, and those are called as the church periods. And these are not just, when you call it as Ephesus, Smyrna, Pergamos, like that 7 churches, it's not just a message for those churches, but that represents a message for the church age of all times.
എല്ലാ കാലത്തുമുള്ള സഭകൾക്ക് ഉള്ള ദൂതാണ് ഈ 7 സഭകളുടെ പേരിൽ നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ the period of Ephesus church, let us say it in that way, the period of Ephesus church, the period of Smyrna, the period of Pergamum, the period of Thyatira, the period of Sardis, Philadelphia and Laodicea. So ഓരോ സഭാ കാലയളവ്, എഫെസോസ് സഭാ കാലഘട്ടം, സ്മുർണ സഭാ കാലഘട്ടം, അതൊരു കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഒരു സഭ എന്ന നിലയിലാണ് പറയുന്നതെങ്കിലും അത് ഒരു സഭയോടുള്ള ദൂതല്ല, മറിച്ച് ഒരു കാലഘട്ടം, ഒരു ചർച്ച് പീരീഡാണ്, ഒരു ചർച്ച് പീരീഡ്. എല്ലാ കാലത്തുമുള്ള സഭകളെ ഇങ്ങനെ നമുക്ക് ഓരോ കാലഘട്ടങ്ങളായിട്ട് തിരിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സിജു ആ ചർച്ച് പീരീഡിന്റെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. Okay, then I'll go through that, no problem. Now, Ephesus church, the period of Ephesus church means it is called as the apostolic period. Apostolic period. Ephesus സഭാ കാലയളവ് എന്ന് പറയുന്നത് അപ്പോസ്തോലിക കാലയളവ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോസ്തോലിക കാലയളവ് സ്റ്റാർട്ട്സ് ഫ്രം AD 70 to AD 170. AD 70 മുതൽ AD 170 വരെയുള്ള കാലയളവിനെയാണ് എന്ത് പറയുന്നത്? എഫെസോസ് സഭാ കാലയളവ്. എഫെസോസ് ചർച്ച് പീരീഡ് is included, or it starts from AD 70 to AD 170. അതാണ് ഒന്നാമത്തെ കാലയളവ്. പിന്നെ സ്മുർണ സഭ, സ്മുർണ ചർച്ച് പീരീഡ് is it is called as the persecution period. Persecution period, പീഡന കാലയളവ്. സ്മുർണ സഭ എന്ന് പറയുമ്പോൾ അതേത് കാലയളവാണ്? പീഡന കാലയളവാണ്. Under the Roman emperors, the Christian church had to go through severe persecution for quite a long time, not just few years, long period of time. The Christian church had to go through severe persecution under several Roman emperors. വിവിധ റോമൻ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ അവരുടെ കീഴിൽ ക്രിസ്തീയ സഭ കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഒരു വലിയ കാലഘട്ടം, 1-2 വർഷങ്ങളല്ല, ഒരു വലിയ കാലഘട്ടം. And that actually starts from AD 170 to AD 310. AD 170 മുതൽ AD 310 വരെയുള്ള കാലയളവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പീഡിത സഭാ കാലയളവ് എന്ന് വിളിക്കുന്നത്. പെർസിക്യൂഷൻ ചർച്ച് പീരീഡ്. ഈ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടം? എന്ന് മുതൽ എന്ന് വരെയാ? AD 170 മുതൽ 310 വരെയുള്ള കാലയളവ് വിവിധ റോമൻ ചക്രവർത്തിമാരുടെ കീഴില് ക്രൈസ്തവ സഭ അനുഭവിക്കേണ്ടി വന്ന പീഡകൾ അതികഠോരമാണ്. അതികഠോരം. ഈ ചർച്ച് ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ, ഞാനത് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ചർച്ച് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ചർച്ച് ഹിസ്റ്ററിക്കകത്ത് പെർസിക്യൂഷൻസ് ആൻഡ് ദി പെർസിക്യൂട്ടേഴ്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. പീഡകളും പീഡിതരും എന്ന, അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നവരും എന്ന ആശയത്തിൽ ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ആ അധ്യായം പഠിച്ചു വരുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ ക്ലാസ്സസ്, I should be very frank, we literally cry sometime, both the teacher and the student. ആ ഭാഗം പഠിച്ചു വരുമ്പോൾ, ഓരോ അനുഭവങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ അറിയാതെ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും കരഞ്ഞു പോകും. അത്ര ക്രൂരമായ, നമുക്ക് ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത ക്രൂരമായ പീഡനങ്ങളിലൂടെ ക്രൈസ്തവ സഭ കടന്നു പോകേണ്ടി വന്ന കാലഘട്ടമാണ് AD 170 മുതൽ 310 വരെയുള്ള കാലയളവ്. ആ കാലയളവിന് സ്മിർണ കാലയളവ് എന്ന് പറയും. സ്മിർണ കാലയളവ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, അതേത് കാലയളവാണ്? പീഡന കാലയളവാണ്. പീഡന കാലയളവ്. ചില പീഡന മുറകളൊക്കെ റോമൻ ചക്രവർത്തിമാർ ഉപയോഗിച്ച ചില പീഡന മുറകള് വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയാം. ചില പീഡന മുറകൾ
അവരെ ചെയ്തുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി വിശ്വാസം തള്ളിപ്പറയാനായിട്ട് മടി കാണിക്കുന്ന വിശ്വാസികളെ കൊണ്ടുവന്ന് റോമ ഗവൺമെന്റിന്റെ വലിയ കൊളോസിയം ഉണ്ടായിരുന്നു, വലിയ രംഗസ്ഥലം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്ന അപ്പോസ്തല പ്രവൃത്തിയിലെ പൗലോസ് ആ വാക്ക് ഉപയോഗിച്ചു. രംഗസ്ഥലം, വലിയ കൊളോസിയം, ഇംഗ്ലീഷിൽ കൊളോസിയം എന്ന് പറയും. ഈ കൊളോസിയം എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്റ്റേജ് ആണ്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്നാ പറയുന്നത്? സ്റ്റേഡിയം ടൈപ്പ്. സ്റ്റേഡിയം, റൈറ്റ്, എക്സാക്ട്ലി. ഒരു വലിയ സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൽ പോലെ കെട്ടിയിട്ട് അതിനകത്ത് ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ക്രിസ്ത്യാനികളെ വളരെ അവഗണനയാണ്, പുച്ഛമാണ്. ക്രിസ്ത്യാനികൾ മരിക്കേണ്ടവർ, ക്രിസ്ത്യാനികൾ വാളുകളുള്ളവർ, ക്രിസ്ത്യാനികൾ സിംഹത്തിനുള്ളവർ എന്നൊക്കെയാണ് ആളുകൾ അവരെ കുറിച്ച് ഇങ്ങനെ വിളിച്ചു ഘോഷിച്ചുകൊണ്ടിരുന്നത്. അത്രമാത്രം പീഡനങ്ങൾ ഉള്ള സമയമാണ്. ഇവരെ രംഗസ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ചെയ്തുകൊണ്ടിരുന്ന പീഡന മുറകൾ വളരെ വളരെ ശോചനീയമായതാണ്. ചിലപ്പോൾ ചിലരെ കൊണ്ടുവന്നിട്ട് വന്യമൃഗങ്ങൾ, അതായത് 10, 15, 20 പേരെ കൊണ്ടുവന്നിട്ട് പല ദിവസങ്ങളും പട്ടിണിക്കിടുന്ന സിംഹം, കടുവ, പുലി അങ്ങനെയുള്ള മൃഗങ്ങളെ കൂട് തുറന്നു വിടുമ്പോൾ ഈ മൃഗങ്ങൾ ആ കൂട്ടിൽ നിന്ന് ഈ രംഗസ്ഥലത്തേക്ക് വന്ന് വിശന്നിരിക്കുന്ന സിംഹങ്ങൾ, 5, 6 അല്ലെങ്കിൽ ഒരാഴ്ച ഭക്ഷണം കഴിക്കാത്ത സിംഹങ്ങൾ ഈ ദൈവമക്കളെ, ഈ വിശ്വാസികളെ കയറി ആക്രമിച്ച് അവരെ അടിച്ച് കൊന്ന് അവരെ കഷണങ്ങളായി പിച്ചി ചീന്തി തിന്നുന്നത് കണ്ട് കാണികൾ കൈയടിച്ചുകൊണ്ട്, ചക്രവർത്തിയും മറ്റും കൈയടിച്ചുകൊണ്ട് ഇരിക്കുന്ന അനുഭവം, അതൊരു പീഡനമുറയാണ്. മറ്റൊരു പീഡനമുറ ക്രിസ്ത്യാനികൾ, അത് പ്രത്യേകിച്ച് നീറോ ചക്രവർത്തിയുടെ കാലത്ത് ചെയ്ത കാര്യമാണ്. അദ്ദേഹത്തിനൊരു പ്രത്യേക ഗാർഡനുണ്ട്, ഒരു പ്രത്യേക പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ ഗാർഡനില് ഇടയ്ക്കിടയ്ക്ക് നീറോ ചക്രവർത്തി വിരുന്ന് കഴിക്കുന്ന രീതിയുണ്ട്. പല ആളുകളെയും വിളിച്ച്, പ്രഭുക്കന്മാരെയും തന്റെ ഡിഗ്നിറ്ററീസിനെയൊക്കെ വിളിച്ച് വിരുന്ന് കൊടുക്കുന്ന രീതിയുണ്ട്. ആ വിരുന്ന് സമയത്ത് ഈ ഗാർഡന് ചുറ്റും പ്രത്യേക മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേക മരം. ആ മരം പൈൻ മരത്തോട് തുല്യമായ, മരത്തിന്റെ എക്സാക്ട് പേരൊന്നും അറിയില്ല, പൈൻ മരത്തോട് തുല്യമായ ഒരു മരമാണ്. ഈ ട്രീസ് ഓൾ അറൗണ്ട് ദ ഗാർഡൻ, ഈ ഗാർഡന് ചുറ്റും ഈ മരങ്ങൾ വെച്ച് പിടിക്കും. ഈ മരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഈ മരത്തിൽ നമ്മൾ കത്തി കൊണ്ടോ അല്ലെങ്കിൽ കോടാലി കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും കുത്തിയാല് ആ മരത്തിൽ നിന്നൊരു കറ വരും. നമുക്കറിയാലോ, പ്ലാവെ കുത്തിയാൽ പ്ലാവിൽ നിന്ന് അരക്ക് വരും, റബ്ബറെ കുത്തിയാൽ റബ്ബറിൽ നിന്ന് പാല് വരും. പാലമരത്തെ കുത്തിയാൽ അങ്ങനെ ഇങ്ങനെ പല മരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. വട്ടക്കിട്ട് വട്ടമരം, വെറും ഒന്നിനും കൊള്ളാത്ത പാഴ്ത്തടി വട്ടയെ കുത്തിയാൽ എന്ത് സംഭവിക്കും ചോമനെ? ചുമന്ന നിറത്തില് ഒരു പശ വരും. ഇതുപോലെ ഒരു പശ, ഒരു അരക്ക് പോലെയുള്ള ഒരു പശ ഈ മരത്തിൽ നിന്ന് വരുമായിരുന്നു. ഒരു ഗ്ലൂ ടൈപ്പ്, വെരി ഹാർഡ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് അതിന് തീ കൊടുത്താൽ ആ പശ അങ്ങ് കുറെ നേരം കൊണ്ട് കത്തും. ഈ മരത്തിന് ഒരു കുഴപ്പവും പറ്റിയാൽ. അങ്ങനത്തെ ഒരു മരമായിരുന്നു. ഈ മരത്തെ നീറോ ചക്രവർത്തി ഗാർഡന് ചുറ്റും ഈ മരം നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഈ മരത്തില് ചെയ്യുന്ന കാര്യം, ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് അവരെ ഈ മരത്തോട് ചേർത്ത് കെട്ടും, തുണി ചുറ്റി മരത്തോട് ചേർത്ത് കെട്ടിയിട്ട് അവരെ തീപ്പന്തങ്ങളായിട്ട് കത്തിക്കുകയാണ്. അപ്പം അവിടെ നിന്ന് ഇവര് തീപ്പന്തങ്ങളായി ഈ മരത്തിന്റെ അരക്കും കൂടെ കൂടിയിട്ട്, ഒരു കീല് പോലെയുള്ള ഒരു പ്രത്യേക അരക്കും കൂടെ കൂടിയിട്ട് ഇവർ നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെട്ടത്തിനകത്തിരുന്ന് നീറോ ചക്രവർത്തിയും കൂട്ടരും വിരുന്ന് കഴിക്കുമായിരുന്നു. ക്രിസ്ത്യാനികൾ തീപ്പന്തങ്ങളായി കത്തുകയാണ്. ഈ ഗാർഡന് ചുറ്റും, ഈ പൂന്തോട്ടത്തിന് ചുറ്റും അവർ തീപ്പന്തങ്ങളായി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് വിരുന്ന് കഴിക്കുകയാണ്. അത് രണ്ടാമതൊരു പീഡനമുറ. മറ്റ് പീഡനമുറകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂശിച്ചു കൊല്ലുന്നത്, തലകീഴായി കൊല്ലുന്നത്, അതുപോലെ കൈകളുടെയും കാലുകളുടെയും നഖത്തിനകത്തേക്ക് മുട്ടുസൂചികൾ ആണികൾ അടിച്ച് കയറ്റുന്നത്, ശരീരത്തെ വലിയ ആണികൾ അടിച്ചു കയറ്റുന്നത്, മരത്തോട് ചേർത്ത് നിർത്തി വലിയ നീളമുള്ള ആണി കൊണ്ട് അത് അടിച്ച് തറച്ചു വെക്കുന്നത്. കൊല്ലത്തിൽ അങ്ങനെ തറച്ചു വെച്ചിട്ട് അങ്ങ് പോകും. ആ മനുഷ്യൻ, ആ വ്യക്തി അവിടെ നിന്ന്, സ്ത്രീ ആയാലും പുരുഷനായാലും, അവിടെ നിന്ന് മണിക്കൂറുകൾ കൊണ്ടാണ് മരിക്കുന്നത്. ഇഞ്ചിഞ്ചായിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ കൊല്ലുന്ന അനുഭവങ്ങള്. പിന്നെ
പാമ്പ്, വിഷപ്പാമ്പ്, തേള്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളെ ചാക്കിനകത്ത് ഇട്ടിട്ട്, എലി മുതലായതിനെ ചാക്കിനകത്ത് ഇട്ടിട്ട് ആ ചാക്കിനകത്തേക്ക് ക്രിസ്ത്യാനിയെ കുത്തിത്തിരികി കയറ്റുകയാണ്. കേട്ടിട്ട് ചാക്കിന്റെ മൂട് കെട്ടും. കെട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ മൃഗങ്ങൾ, ഈ കൊച്ചു ജീവികൾ, അതിനകത്തിരിക്കുന്ന ഈ ക്ഷുദ്രജീവികൾ, അവ ഇവരെ കടിച്ച് അനേക സമയങ്ങൾ കൊണ്ടാണ് അവർ മരിക്കുന്നത്. വേദന മുഴുവൻ അനുഭവിച്ചാണ് മരിക്കുന്നത്. പിന്നെ ചാക്കിനകത്ത് കെട്ടിയിട്ട് ചാക്കിന്റെ മൂടി കെട്ടി കടലിനകത്ത് കൊണ്ടുപോയി, കടലിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ പുഴയിൽ കൊണ്ടുപോയി തള്ളുന്ന രീതി ഉണ്ടായിരുന്നു. വെള്ളത്തിനകത്ത് വീണ് ശ്വാസം മുട്ടി മരിക്കുന്ന രീതി. ഗർഭിണികളായ സ്ത്രീകളെ, വിശ്വാസി സ്ത്രീകളെ ഗർഭിണികളായവരെ കൊണ്ടുവന്നിട്ട് അവരോട് വിശ്വാസം തള്ളി പറയാൻ പറയുമ്പോൾ അവര് അതിന് സമ്മതിക്കാതിരിക്കുമ്പോൾ ആ വാളുകൊണ്ട് ഗർഭസ്ഥ ശിശു ഉൾപ്പെടെ, ഞാൻ പറയുമ്പോൾ സ്ത്രീ സഹോദരിമാർക്ക് ഇത് കേൾക്കുമ്പോൾ ആർക്കും വിഷമം തോന്നും. ഗർഭസ്ഥ ശിശു ഉൾപ്പെടെ ഉദരത്തിനകത്തേക്ക് വാള് കുത്തിക്കയറ്റി കൊന്ന നിരവധി ദൈവഭക്തകളായ സ്ത്രീകൾ ക്രൈസ്തവ സമൂഹത്തില് സഭാ ചരിത്രത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. വണ്ണം കുറഞ്ഞ മരങ്ങൾ, ഒടിയാത്ത വണ്ണം കുറഞ്ഞ മരങ്ങള് തമ്മില് പടയാളികള് 5-6 പേര് കൂടി കയറ് കെട്ടി അത് വലിച്ചടുപ്പിച്ചിട്ട് ആ മരം താണു വരുമ്പോൾ ആ മരത്തിന്റെ ഒരു മരത്തേല് ക്രിസ്ത്യാനിയുടെ ഒരു കാല് കിട്ടും, മറ്റേ മരത്തേല് മറ്റേ കാല് കിട്ടും. 8-10 പടയാളികൾ വലിച്ചു പിടിച്ചിരിക്കുന്ന ഈ കയർ കൊണ്ട് വലിച്ചു പിടിച്ചിരിക്കുന്ന ഈ മരങ്ങള് ഇവരെ കെട്ടിയിട്ട് ആ കയറ് ലൂസ് ആക്കുമ്പോൾ യു ക്യാൻ ഇമാജിൻ വാട്ട് വിൽ ഹാപ്പൻ. എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ആ ശരീരം 2 കഷണങ്ങളായിട്ട്, ഒരു കഷണം ഒരു മരത്തിൽ, ഒരു കഷണം മറ്റൊരു മരത്തിലുമായി തൂങ്ങിക്കിടക്കും. കുതിരയുടെ വലിയ പടക്കുതിരകൾ, പോർക്കുതിരകളെ കൊണ്ടുവന്നിട്ട് അവയുടെ കാലില് ക്രിസ്ത്യാനികളെ ചേർത്ത് കെട്ടും. കയ്യും കാലും ചേർത്ത് കെട്ടിയിട്ട് ഈ കുതിരയെ വലിയ സ്റ്റെപ്പിലൂടെ അല്ലെങ്കിൽ പാറ സ്ഥലങ്ങളിലൂടെ അതിവേഗം ഓടിക്കും. കുതിര സ്പീഡിൽ ഓടുന്നതനുസരിച്ച് പാറക്കെട്ടിലൂടെ ഈ മുള്ളും കല്ലും നിറഞ്ഞ സ്ഥലത്തൂടെ ഈ ദൈവമൈതങ്ങളുടെ ശരീരം ജീവനോടെ, മരിച്ചിട്ടല്ല, ജീവനോട് വലിച്ചിഴക്കപ്പെടുകയാണ്. എവിടെയൊക്കെ തട്ടുമെന്ന് നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളതായ ശിക്ഷണ നടപടികൾ ഈ വിധത്തിൽ വിവരിക്കാൻ ഇനിയും പലതുമുണ്ട്. നമുക്ക് ഓർക്കാൻ പറ്റാത്ത വിധത്തിൽ, വിവരിച്ച് തീർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പീഡന മുറകളാണ് ക്രൈസ്തവ സഭയ്ക്കെതിരെ റോമൻ ചക്രവർത്തിമാർ അഴിച്ച് വിട്ടിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടത്തെ ആണ് വിളിക്കുന്നത് സ്മിർന സഭാ കാലയളവ് അല്ലെങ്കിൽ പീഡിത സഭാ കാലയളവ് എന്ന്. അത്രയും അതൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുവെന്നേ ഉള്ളൂ. സ്തോത്രം. 3ാമത്തെ സഭാ കാലയളവ് പെർഗമോസ് സഭാ കാലയളവാണ്. പെർഗമോസ് സഭാ കാലയളവിനെ നമ്മൾ സഭായുഗം വിളിക്കുന്നത് ദ ഗോൾഡൻ റെയിൻ അല്ലെങ്കിൽ ദ കിങ്ലി ടൈം എന്നാണ് വിളിക്കുന്നത്. രാജകീയ സഭ എന്ന അല്ലെങ്കിൽ രാജകീയ വാഴ്ചയുടെ കാലം എന്നാണ് വിളിക്കുന്നത്. രാജകീയ വാഴ്ചയുടെ കാലം AD 310 മുതൽ 606 വരെയുള്ള കാലയളവാണ്. AD 310 to AD 606. 310 മുതൽ 606 വരെയുള്ള കാലയളവ് ഗോൾഡൻ റെയിൻ കാലയളവ്. ഈ കാലയളവിനെ അങ്ങനെ വിളിക്കാനുള്ള കാരണം, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ കാലയളവില് ഈ പീഡനങ്ങളുടെ ഒടുവിൽ 310 ആയപ്പോഴേക്കും റോമൻ ചക്രവർത്തിമാർ ഒരാളായിരുന്ന കുസ്തന്തീനോസ് ചക്രവർത്തി എന്നൊരു ചക്രവർത്തി രംഗത്ത് വന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരിക്കൽ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് അദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ചുവെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കോൺസ്റ്റന്റൈൻ ആകാശത്തില് ഒരു അടയാളം കണ്ടത്രേ. ആ അടയാളം എന്ന് പറയുന്നത് ഒരു കുരിശിന്റെ അടയാളം അയാൾ കണ്ടിട്ട് ഒരു ശബ്ദമുണ്ടായി എന്ന് പറയുന്നു. ഈ അടയാളത്തിൽ വിശ്വസിച്ച് നീ പോയാൽ യുദ്ധം ജയിക്കുമെന്നൊരു ശബ്ദമുണ്ടായതായിട്ട് പറയുന്നു. ഇതെല്ലാം ചരിത്രം, അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന. ആ ശബ്ദം കേട്ടപ്പോൾ കോൺസ്റ്റന്റൈൻ കുരിശിന്റെ അടയാളത്തിൽ വിശ്വസിക്കുകയും തൻ്റെ പടയാളികൾക്ക് എല്ലാവർക്കും ചെറിയ കുരിശുകൾ, കയ്യിൽ പിടിക്കത്തക്ക കുരിശുകൾ ഉണ്ടാക്കി കൊടുത്ത് ആ കുരിശുകളും വാളുമൊക്കെ ആയിട്ടാണ് അവരെ യുദ്ധത്തിന് പോയത്. ഏതായാലും ആ ഒരു വലിയ പ്രസിദ്ധമായ ഒരു യുദ്ധമായിരുന്ന ആ യുദ്ധത്തിൽ ഈ ചക്രവർത്തി വിജയിച്ചപ്പോൾ ആ ചക്രവർത്തി
ഈ കുരിശിനെയും അതിന് പിന്നിലുള്ള ശക്തിയെയും അങ്ങ് ഗാഢമായി വിശ്വസിച്ചപ്പോൾ അദ്ദേഹം ചക്രവർത്തിയല്ലേ, ചക്രവർത്തി പറഞ്ഞു, എനിക്ക് ജയം തന്നത് കുരിശാണ്, അത് ക്രിസ്ത്യാനികളുടെ അടയാളമാണ്, അതുകൊണ്ട് ഇനിയുള്ള കാലയളവ്. അങ്ങനെ കോൺസ്റ്റന്റൈൻ എന്ത് ചെയ്തു? കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമൻ ചക്രവർത്തിമാരുടെ ഇടയിൽ ക്രിസ്ത്യാനിത്വം അംഗീകരിച്ച ഏക ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. അദ്ദേഹം ക്രിസ്ത്യാനിത്വം അംഗീകരിച്ചിട്ട് കുരിശിന്റെ അടയാളത്തെ അദ്ദേഹം വിശ്വസിച്ച് രാജ്യമെല്ലാടും വിളംബരം ചെയ്തു, ഡിക്ലറേഷൻ നടത്തി, എൻ്റെ രാജ്യത്തുള്ള സകലരും ഇനി എന്ത് ചെയ്യണം? ക്രിസ്ത്യാനികളാകണം, ഇനി ക്രിസ്തീയ ആരാധനയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സംഭവിച്ച കാര്യം എന്നാ? അതുകൊണ്ട് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടായത്. ഗുണം എന്ന് പറയുന്നത് ആകെക്കൂടെ ഒരു ഗുണം ഉണ്ടായിരുന്ന പീഡ അവസാനിച്ചു. സഭയ്ക്ക് പീഡയിൽ നിന്ന് വിടുതൽ ലഭിച്ചു. എന്നാൽ ഗുണത്തെക്കാൾ ഏറെ ദോഷം ഉണ്ടായത് എന്താണെന്നറിയാമോ? ഈ ജാതീയ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവർ എന്ത് ചെയ്തു? ചക്രവർത്തിയുടെ ആജ്ഞയാകയാല് അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മനം മാറ്റമില്ലാതെ എന്ത് ചെയ്തു? മതം മാറ്റം നടത്തി. മനസ്സിന് മാറ്റം വരാതെ അവര് ഈ വിശ്വാസം സ്വീകരിച്ചു. അപ്പൊ അകത്ത് എന്ത് സംഭവിച്ചിട്ടില്ല? മാറ്റം സംഭവിച്ചിട്ടില്ല. അകത്ത് മാറ്റം സംഭവിക്കാതെ ചക്രവർത്തിയുടെ നിർബന്ധത്താൽ വിശ്വാസം സ്വീകരിച്ച് രംഗത്ത് വന്നു. അങ്ങനെ വന്ന് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഈ ചക്രവർത്തിയുടെ കോൺസ്റ്റന്റൈന്റെ ഭരണകാലം അത്രയും ക്രിസ്ത്യാനികൾക്ക് ഒരു സുവർണ വാഴ്ചയുടെ കാലയളവായിരുന്നു. അതുകൊണ്ട് പറ്റിയ പരാജയം, പീഡയുണ്ടായിരുന്ന കാലത്ത് വിശ്വാസത്തിന് വേണ്ടി ധീരമായി നിൽക്കുമായിരുന്നു. പീഡയുണ്ടായിരുന്ന കാലത്ത് കർത്താവിനെ ശക്തിയോടെ ആരാധിക്കുമായിരുന്നു. എന്നാൽ ഈ ചക്രവർത്തിയുടെ ഈ രാജകീയ ഭരണത്തിന്റെ കാലയളവ് വന്നപ്പോൾ പീഡയില്ല, ചക്രവർത്തിയിൽ നല്ല ആനുകൂല്യങ്ങളും ഉണ്ട്. അപ്പോൾ ആത്മീയ മൂല്യങ്ങൾ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. There was a deterioration in the spiritual realm. ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാലയളവിൽ എത്തിച്ചേർന്നു. ഈ കാലയളവിനെയാണ് എന്ത് വിളിക്കുന്നത്? രാജകീയ വാഴ്ചയുടെ കാലയളവ്, അല്ലെങ്കിൽ സഭയുടെ ഗോൾഡൻ റെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത കാലയളവ് തുയത്തൈര കാലയളവാണ്, ടൈറ്റേരിയൻ പീരീഡ്. തുയത്തൈര കാലയളവിനെ നമ്മൾ വിളിക്കുന്നത് ഡാർക്ക് ഏജ് എന്നാണ്. ഡാർക്ക് ഏജ്, അന്ധകാര യുഗം എന്നാണ്. AD 606 മുതൽ 1520 വരെ, AD 606 ഓൺവേർഡ്സ് 1520 1520 വരെയുള്ള കാലയളവിനെയാണ് അന്ധകാര യുഗം എന്ന് വിളിക്കുന്നത്. അന്ധകാര യുഗം എന്ന് വിളിക്കാനുള്ള കാരണം വീണ്ടും സഭ എന്ത് ചെയ്തു? അന്ധകാര യുഗം പീഡയല്ല, ഈ കോൺസ്റ്റന്റൈന്റെ കാലശേഷം ആ പോക്കങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ആളുകൾ എങ്ങനെയായി തോന്നുന്നു? ഒരു അന്ധകാര യുഗത്തിലായി തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ആത്മീയ വെളിച്ചമില്ല, ആത്മീയ കാഴ്ചപ്പാടില്ല, ആരാധിക്കേണ്ടവണ്ണം ആരാധിക്കുന്നില്ല, സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ പോകുന്നില്ല. ഒരു ഡാർക്ക് ഏജ് ആയിട്ട് സഭയങ്ങ് മാറ്റപ്പെട്ടു. ആ കാലയളവാണ് തുയത്തൈര കാലയളവ്. അപ്പം ഇവിടെ നമ്മൾ ഈ ഓരോ സഭകളെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഈ സഭകൾക്ക് കൊടുത്തിരിക്കുന്ന ദൂതിനകത്ത്, മെസ്സേജിനകത്ത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ മെസ്സേജ് ഓരോ സഭയോടും പറയുന്ന മെസ്സേജ് ഇതിനോട് ബന്ധപ്പെട്ട മെസ്സേജാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു പേഴ്സണൽ ഒരു ലോക്കൽ ചർച്ചിനെ ഉദ്ദേശിച്ചല്ല. ദിസ് സ്പീക്സ് ടു എ യൂണിവേഴ്സൽ ചർച്ച്. ദ യൂണിവേഴ്സൽ ചർച്ച്, സാർവ ലൗകികമായ സഭയോടുള്ള ദൂതായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തുയത്തൈര കാലയളവ് ഡാർക്ക് ഏജ് അല്ലെങ്കിൽ അന്ധകാര യുഗം എന്ന നിലയിലേക്ക് സഭ മാറ്റപ്പെട്ട ഒരു കാലയളവായിട്ട് നമുക്ക് അതിനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തുടർന്ന് തുയത്തൈര കാലയളവ് കഴിയുമ്പോൾ പിന്നെ ഏതാണ്? സർദീസ് ആണ്. സർദീസ് കാലയളവ്. സർദീസ് കാലയളവിനെ നമ്മൾ വിളിക്കുന്നത് റിഫോർമേഷൻ പീരീഡ് എന്നാണ്. റിഫോർമേഷൻ പീരീഡ്. ഓക്കെ, സോ ദിസ് പീരീഡ് ഈസ് കോൾഡ് ആസ് ദ റിഫോർമേഷൻ പീരീഡ്. റിഫോർമേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനത്തിൻ്റെ കാലയളവ്. നവോത്ഥാനം, ഉണർവെന്നല്ല, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ചലനമുണ്ടായി. അന്ധകാര യുഗം, അന്ധകാര കാലയളവ് ഇങ്ങനെ സഭ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ്. അന്ധകാര കാലയളവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് റോമൻ
മതത്തിൻ്റെ അധിനിവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാപ്പാധിപത്യം വന്ന് പോപ്പിൻ്റെ കീഴിൽ സഭ കൊണ്ടുവന്ന് പോപ്പിൻ്റെ കീഴിൽ ആധിപത്യത്തിലുള്ള ഭരണമാണ് അന്ധകാര യുഗത്തിൻ്റെ യുഗം എന്ന് പറയുന്നത്. ആ കാലയളവ് ഇവരെ പാപ്പാമാർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അവരെ ദൈവത്തിന് തുല്യമായ സ്ഥാനം നൽകി അവർക്ക് കീഴിലേക്ക് സഭ പോയി. ഇപ്പോൾ കോൺസ്റ്റന്റീന് മനംമാറ്റം വന്ന് തുടങ്ങി വെച്ച രീതിയല്ല പിന്നെ പാപ്പാമാരുടെ കയ്യിലേക്ക് അവർക്ക് ഭരണ പ്രാധാന്യം. കോൺസ്റ്റന്റീനാണ് പാപ്പാമാരെ ദൈവതുല്യമായ സ്ഥാനമൊക്കെ കൊടുത്തത്. അവിടെ മുതൽ ഇങ്ങോട്ട് പിന്നെ നമ്മൾ കാണുന്നത് സഭയ്ക്ക് അന്ധകാര യുഗമാണ്. ഇങ്ങനെ അന്ധകാര യുഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് പെട്ടെന്നൊരു റിഫോർമേഷനുള്ള രംഗം വന്നത്. ആ റിഫോർമേഷൻ അല്ലെങ്കിൽ നവോത്ഥാന കാലയളവ് എന്ന് മുതലാണ് ഞാൻ പറഞ്ഞായിരുന്നു ഇല്ല 1520 മുതൽ 1750 വരെ AD 1520 to 1750 1520 മുതൽ 1570 വരെയുള്ള കാലയളവാണ്. സോറി ഞാൻ തെറ്റിച്ചോ. 1520 മുതൽ 1750 വരെ ശരിയല്ലേ? 1750 വരെയുള്ള കാലയളവ്. ഈ കാലയളവിനെ വിളിക്കുന്ന പേരാണ് ഓക്കെ. ഇനി നിങ്ങളുടെ ഓർമ്മ സഭാചരിത്രം എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞോ വായിച്ചോ കേട്ടിട്ടുള്ളവർ ആരെങ്കിലും ഓർമ്മയിൽ നിന്നൊന്ന് പറഞ്ഞു. ഈ നവോത്ഥാന കാലയളവില് നവോത്ഥാനത്തിന്റെ തലതൊട്ടപ്പനായി ദൈവം എഴുന്നേൽപ്പിച്ച ആരെയാണ്? മാർട്ടിൻ ലൂതർ. വെരി ഗുഡ് യു നോ. മാർട്ടിൻ ലൂതറിന്റെ രംഗപ്രവേശനമാണ് ഏത് കാലയളവ്? നവോത്ഥാന കാലം. ഓക്കെ. ഇനിയും അടുത്ത പിരീഡ് ഏതാണ്? ഫിലഡൽഫിയ കാലയളവിനെ നമ്മൾ വിളിക്കുന്ന പേര് റിവൈവൽ പീരീഡ് എന്നാണ്. റിവൈവൽ പീരീഡ് ഉണർവിൻ്റെ കാലഘട്ടം. 1750 മുതൽ 1900 വരെയുള്ള കാലയളവ്. 1750 മുതൽ 1900 വരെ 1750 to 1900. And all these years are called as the revival period, which is the Philadelphian period. Okay. ഉണർവിൻ്റെ കാലഘട്ടം എന്നാണ്. ആ കാലഘട്ടങ്ങളിൽ മാർട്ടിൻ ലൂതറിന് ശേഷം മാർട്ടിൻ ലൂതർ തുടങ്ങി വെച്ച ആ നവോത്ഥാനം അത് ഒരു ഉണർവായിട്ട് മാറി. ദൈവം അങ്ങനെ പിന്നെ സഭാചരിത്രത്തിൽ ഒത്തിരി ആളുകളെ ഉണർവിൻ്റെ നവീകരണകർത്താക്കളായിട്ട് നവോത്ഥാനമെന്ന് നവീകരണമെന്ന് സഭാ ചരിത്രത്തിൻ്റെ ഭാഷ നവീകരണ കാലഘട്ടമായി മാറി. നവീകരണകർത്താക്കളായിട്ട് കുറേ പേരെ ദൈവം ഒന്നിനു പുറകെ ഒന്നായിട്ട് എഴുന്നേൽപ്പിച്ചു. അവരുടെ ശുശ്രൂഷകൾ സഭയ്ക്ക് ഒരു പുതിയ റിവൈവലിന് ഉണർവിനെ നൽകാൻ ഇടയായി തീർന്നു. അതാണ് നവീകരണ കാലയളവ് അല്ലെങ്കിൽ ഫിലഡൽഫിയൻ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ദി ലവോഡിഷ്യൻ പീരീഡ് അല്ലെങ്കിൽ ലവോദിക്യ കാലഘട്ടം. ലവോഡിഷ്യൻ പീരീഡ് ഇസ് കോൾഡ് ആസ് ദ ബാക്ക്സ്ലൈഡിംഗ് സ്റ്റേജ്. എന്ന് പറഞ്ഞാൽ പിന്മാറ്റ കാലയളവ് എന്നാണ് ഈ കാലയളവിനെ വിളിക്കുന്നത്. ലവോദിക്യ കാലയളവിനെ വിളിക്കുന്നത് എന്താണ്? പിന്മാറ്റ കാലയളവ്. 1900 മുതൽ 1900 onwards it's continuing even today. 1900 മുതൽ ഉള്ള കാലയളവാണ് ഇപ്പോഴും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കാലയളവ്? ബാക്ക്സ്ലൈഡിംഗ് സ്റ്റേജ്, പിന്മാറ്റ കാലം. നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മളാരും അങ്ങോട്ട് അംഗീകരിക്കത്തില്ലെങ്കിലും സ്തോത്രം യൂണിവേഴ്സലായി നമ്മൾ നോക്കുമ്പോൾ സഭകൾക്ക് മൊത്തത്തിൽ ഏത് കാലയളവാണ് ഇപ്പോൾ? ഈ ലവോദിക്യ സഭയ്ക്കുള്ള ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അതിനകത്ത് എന്താ പറയുന്നത്? നീ ശീതവാനല്ല. You better be you are neither hot nor cold, but you are lukewarm. You are lukewarm. ശീതോഷ്ണാവസ്ഥ എന്നത് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് lukewarm. Okay, you are neither cold nor hot. ചൂടുമല്ല തണുപ്പുമല്ല. ഈ ഒന്നെങ്കിൽ ചൂടായിരിക്കണം അല്ലെങ്കിൽ തണുപ്പായിരിക്കണം. ചൂടിൻ്റെയും തണുപ്പിൻ്റെയും കൂടെ ഇടയ്ക്ക്. ചൂടുവെള്ളം കുടിച്ചാൽ നല്ലതാ ശരീരത്തിന്, കുഴപ്പമില്ല.
നല്ല തണുത്ത വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. എന്നാൽ ഇത് രണ്ടും കൂടി വെള്ളത്തിന് നമ്മളെന്താ പറയുന്നത്? എന്നാ പറയുന്നത്? വാട്ടവെള്ളം. അത് തന്നെ, വാട്ടവെള്ളം കുടിച്ചാൽ എന്താ കുഴപ്പം? കുടിച്ചു നോക്കാം, എന്നാലും അറിയും. പെട്ടെന്ന് ടക്കെന്ന് പോകേണ്ടി വരും ഒരു സ്ഥലത്തോട്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകും, വയറ്റിനകത്തെല്ലാം പ്രശ്നമാകും, ആകെ ബുദ്ധിമുട്ട്. സോ ദിസ് ഈസ് ദ സ്റ്റേജ്. So when Jesus, the risen Christ, was speaking to the church at Laodicea, Christ is speaking to them that either you be hot or you be cold. Now the stage that you are in, the lukewarm stage, is not at all appreciable, and that will harm yourself and that will harm others also. അത് നിനക്ക് തന്നെ ദോഷം ചെയ്യും, മറ്റുള്ളവർക്കും അത് ദോഷം ചെയ്യും. അതുകൊണ്ട് അതിൽ നിന്ന് മലയാളത്തിൽ പറഞ്ഞ ശീതോഷ്ണാവസ്ഥ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, പിന്നെയോ ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ വിളിച്ച് എൻ്റെ മടിയിൽ ഇരുത്തുമെന്നല്ല പറഞ്ഞത്. ശീതോഷ്ണ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന്. These are the 7 major church periods. ഈ 7 സഭാ കാലയളവ് എന്ന് പറയുന്നതാണ്. ഈ 7 സഭാ കാലയളവും ഞാൻ പറഞ്ഞല്ലോ, ഈ ലോക്കൽ സഭകളോടുള്ള ദൂതല്ല. ദിസ് ഇസ് എ മെസ്സേജ് ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച്. സാർവലൗകികമായ എല്ലാ സഭകൾക്കും, എല്ലാ ചർച്ച് പീരീഡിനെയും കൂടി ഉൾക്കൊള്ളുന്ന ദൂതായിട്ടാണ് ഈ 7 സഭകളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞ് നമുക്ക് നിർത്താം, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് എനിക്കറിയാം. എങ്കിലും ഓക്കെ, ഒന്നാമത്തെ ചർച്ച് പീരീഡ് എഫെസസ് ചർച്ച് പീരീഡ്, എഫെസസ് സഭാ കാലയളവ്. എന്താ അതിനെ വിളിക്കുന്നത്? അപ്പോസ്തലിക് പീരീഡ്, അപ്പോസ്തലിക കാലയളവ്. എന്ന് മുതൽ എന്ന് വരെ? AD 70 to 170. സെക്കൻഡ് സ്മിർന പീരീഡ്, പെർസിക്യൂഷൻ, പീഡിത സഭാ കാലയളവ്. ഫ്രം 170 to 606. 170 to 310. Okay, and the third one പെർഗമോ സഭാ കാലയളവ്. എന്താ വിളിക്കുന്നത്? രാജകീയ ഭരണ, ഗോൾഡൻ റെയിൻ, രാജകീയ ഭരണ കാലയളവ്. എത്ര മുതൽ എന്ന് വരെ? 310 മുതൽ 606 വരെ. നാലാമത്തേത് ഡാർക്ക് ഏജ്, അന്ധകാര യുഗം. എന്താ വിളിക്കുന്നത്? അന്ധകാര യുഗം തന്നെ വിളിക്കുന്നത്. എന്താ 606 to 15. 606 മുതൽ 1520 വരെ. അടുത്തത് റിഫോർമേഷൻ പീരീഡ്, നവോത്ഥാന കാലയളവ്. 1520 മുതൽ 1750 വരെ. ആറാമത്തേത് ഫിലഡൽഫിയൻ പീരീഡ്, വിച്ച് ഈസ് കോൾഡ് ആസ് ദി റിവൈവൽ പീരീഡ്, ഉണർവിന്റെ കാലഘട്ടം. 1750 മുതൽ 1900 വരെ. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ലവോഡിഷ്യൻ ചർച്ച് പീരീഡ്, Backsliding church. ബാക്ക്സ്ലൈഡിംഗ് സ്റ്റേജ് എന്ന് മുതൽ 1900 മുതൽ ഇന്ന് രാത്രി വരെ. ഇനി മുന്നോട്ട് എത്രയുണ്ടോ അത്രയും കൂടെ. ഓക്കെ, സോ ദീസ് ആർ ദ 7 ചർച്ച് പീരീഡ്സ് മേജർലി. നൗ നമ്മൾ ആദ്യത്തെ ചർച്ച് പീരീഡിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചർച്ച് ഏതാണ്? ഒന്നാമത്തേത് എഫെസസ് സഭ. ഓക്കെ, 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ആദ്യത്തെ 4 വാക്യം സഹോദരിമാരിൽ ഒരാള് മലയാളത്തിലും, 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ കൊച്ചു സഹോദരന്മാരിൽ ഒരാൾ ഇംഗ്ലീഷിലും വായിക്കും. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും കടന്നു പോകാനതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. Okay, now continue here, son. Look how far you have fallen. Turn back to me and do the works you did at first. If you don't repent, I will come and remove your lampstand from its place among the churches. But this is in your favor. You hate
Thank you. Thank you. Now, before we start with the study of Ephesus church, let's first of all look at the little bit small description in English, but I'll say in Malayalam a little more about it. But look at the city of Ephesus and where this church was located. It was located in the city of Ephesus. Now, Ephesus was the greatest city of Asia Minor. It was the greatest city of Asia Minor. A Roman writer called this city Lumen Asia, or the light of Asia. Lumen Asia means the light of Asia. So the Ephesus city was called as what? The light of Asia. The light of Asia. It was called as the light of Asia. This was the flourishing city of Asia Minor. The famous temple of Diana, one of the 7 wonders of the world, was here. The 7 wonders of the unknown world, not the present 7 wonders, but the 7 wonders of the unknown world. And so the Diana's temple was one of the 7 wonders of the unknown world. Paul stayed in this city more than any other city. We read it in Acts chapter 20 verse 31. Timothy is called the bishop of Ephesus in 1 Timothy chapter 1 verse 3. Timothy was the bishop of Ephesus. Now, Ephesus is vanished from the history. It is now only a harborless line of sandy beach and a marsh dense with reeds and without a Christian. This is a little description about the city of Ephesus. But in addition to that, few more sentences I want to add, that the city about the temple, or you have already read the famous temple of Diana. It's a little description about the temple of Diana. The temple had 425 feet length, 220 feet wide, and it had 120 pillars. This temple was standing, or it was on 120 pillars, and each pillars having 60 feet height. That was the kind of temple. And each pillar was donated by different kings of those days. And 36 pillars out of this 120, 36 pillars were covered with gold. Okay? In the middle, it was well decorated, and there was the idol of Artemis. Artemis means Diana. Diana and Artemis is the same idol or same goddess, but 2 different names are used there. So Artemis, which is also called as Diana, and its idol was placed in the midst of this temple, where there was a lot of well decoration, and they believed that this idol of Artemis was fallen from heaven. It has fallen from heaven. And so they told that this is the most beautiful idol, but in truth, or in reality, this idol was the most ugly idol, very black, and all over the idol there were several breasts built, and in one hand they had what do you call Shulam in English? Shulam. Javelin. Javelin is actually Kundam. Shulam in English. You understand what is Shulam? Trishul? Something like 3, yeah, right, exactly. The Hindu god Shiva holds it in hand. Okay. That kind. In one hand it was holding this one, and the other hand there was a Geda. What is Geda? Geda is Hanuman. Hanuman adikkunna saana. Okay, you understand that. All right. Okay. Chala vaakkannu namukku pidiyilla. Okay. Avade kidakkattu. Appo oru kayile ശൂലവും മറു കയ്യിലെ ഗദയുമായിട്ട് നിൽക്കുന്ന
ഈ അർത്തമീസ് ദേവി നാക്കുകൾ വെളിയിലേക്ക് നീട്ടി ഒരു കറുത്ത രൂപം. ഇതിനെ അവർ വിളിക്കുന്നത് ഏറ്റവും സൗന്ദര്യ രൂപമുള്ള ഐഡൽ അല്ലെങ്കിൽ ദേവി എന്നാണ് വിളിച്ചിരുന്നത്, ഡയാന ദേവി. അപ്പൊ ഡയാന ദേവിയുടെ ആ ടെമ്പിള് എന്താ ക്ഷേത്രം, ക്ഷേത്രമാണ് എഫെസോസ് പട്ടണത്തിലെ പ്രധാനം. ഓക്കെ, ഞാൻ മലയാളത്തിൽ പറയാം. അർത്തമീസ് ദേവിയുടെ അല്ലെങ്കിൽ ഡയാന ദേവിയുടെ അതിമനോഹരമായ ക്ഷേത്രം ഈ പട്ടണത്തോട് ചേർന്ന് കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്തിരുന്നു. അനേക ലക്ഷം ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടനത്തിന് ഇവിടെ വരാറുണ്ടായിരുന്നു എഫെസസ്. ഇത് പുരാതന സപ്താത്ഭുതങ്ങളിൽ, സപ്താത്ഭുതം എന്ന് പറഞ്ഞാൽ 7 അത്ഭുതങ്ങൾ, അന്നത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാം. 425 അടി നീളവും 220 അടി വീതിയും 60 അടി വീതം ഉയരവുമുള്ള 120 തൂണുകളാലാണ് ഇത് നിർമ്മിച്ചിരുന്നത്. ഈ ക്ഷേത്രം ഓരോ രാജാക്കന്മാരുടെ ഉപകാര സ്തംഭങ്ങളായിട്ടാണ് ഈ തൂണുകൾ പണിതിരുന്നത്. ഈ 120 തൂണുകളിൽ 36 തൂണുകൾ സ്വർണം കൊണ്ട് ഉള്ള കവറിങ് അതിലുണ്ടായിരുന്നു. രത്ന ഖചിതങ്ങളൊക്കെയുള്ളതായ ഡെക്കറേറ്റഡ് വർക്ക്സ് അതിന് രാജാക്കന്മാരുടെ ഡൊണേഷനായിട്ട് ഉണ്ടായിരുന്നു. തിരശ്ശീലകൾക്ക് ഉള്ളിലായി, നടുഭാഗത്ത് തിരശ്ശീലകൾക്കുള്ളിലായി നന്നായിട്ട് അലങ്കരിച്ച സ്ഥാനത്താണ് അർത്തമീസ് ദേവിയുടെ വിഗ്രഹം വെച്ചിരുന്നത്. സൗന്ദര്യത്തിൻ്റെ പ്രതീകമെന്ന് അവർ പറയുന്ന ഈ കരുതപ്പെട്ട ഈ ദേവിയുടെ വിഗ്രഹം ഇത് ഏറ്റവും വിരൂപവും വികൃതവും ശരീരമെല്ലാം അനേക സ്തനങ്ങൾ കൊണ്ട് നിറഞ്ഞതും ഒരു കയ്യിൽ ശൂലവും മറുകയിൽ ഗദയുമായി നിൽക്കുന്ന ഒരു രൂപമായിരുന്നു. ഓക്കെ, ഈ വിഗ്രഹത്തെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഒന്ന് വായിച്ച് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 19. അതിൻ്റെ വിരൂപമാണെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല കേട്ടോ, എന്നാൽ ഇത് നമ്മുടെ ചരിത്രമാണ് പറയുന്നത്. എന്നാൽ ഈ വിഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. ആക്ട്സ് ചാപ്റ്റർ 19:35, അപ്പോസ്തല പ്രവൃത്തി 19:35 ഒന്ന് വായിച്ചേ. അപ്പൊ ഇത് എവിടെ വെച്ചാ എവിടുത്തെ ഏത് പട്ടണമേനവനാ? എഫെസോസ് പട്ടണമേനവൻ. എഫെസോസിലുള്ള ആളുകളെ സംബോധന ചെയ്ത് പറയാണ് എഫെസോസ് പുരുഷന്മാരെ. അർത്തമീസ് മഹാദേവിക്കും ദ്യോവിൽ നിന്ന് വീണ ബിംബം. അപ്പൊ അർത്തമീസ് ദേവി ദ്യോവ് എന്നവിടെ പറയുന്ന പ്രയോഗം ഫ്രം അബവ് ഹെവൻ എന്ന ആശയത്തിലാണ്. അവിടെ നിന്ന് വീണതാണ് ഇത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പം ആ എഫെസോസ് പട്ടണത്തിന്റെ അന്നത്തെ പട്ടണത്തിന് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രോബബ്ലി ലെറ്റ്സ് കോൾ ഹിം ആസ് എ മുനിസിപ്പൽ ചെയർമാൻ ഓർ സംബഡി, ദ മേയർ, റൈറ്റ്, എക്സാക്ട്ലി, ദ സിറ്റി മേയർ. ഓക്കെ, സിറ്റി മേയർ എഴുന്നേറ്റ് എന്ന് പറയുന്ന കാരണം പൗലോസിനെ വന്ന് പൗലോസ് ശിലാസൊക്കെ അവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ ആളുകളെല്ലാം കൂടെ അവരുടെ പ്രസംഗത്തിന് മുന്നിൽ ആകൃഷ്ടരായി. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ചരിത്രം വായിക്കുമ്പോൾ അവിടെ ഈ അർത്തമീസ് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളുണ്ടായിരുന്നു അവിടെ, ഒരു തട്ടാൻ. അയാൾക്ക് അയാളുടെ ബിസിനസ്സിൻ്റെ ഒരു വലിയ ബിസിനസ്സായിരുന്നു. അയാളുടെ കൂടെ ഒത്തിരി പണിക്കാരെ നിർത്തി ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഗ്രഹങ്ങൾ വിൽപ്പനയില്ലാതായി. ഈ വിഗ്രഹ വിൽപ്പനയെ സാരമായി ബാധിച്ചു. ആളുകളെല്ലാം കൂട്ടമായിട്ട് രക്ഷിക്കപ്പെട്ടു, സുവിശേഷം കൊണ്ട് രക്ഷിക്കപ്പെട്ടു. അപ്പോൾ അയാളുടെ ബിസിനസ്സിനെ അത് ബാധിച്ചപ്പോൾ ഈ മനുഷ്യൻ ഒരു കലഹമുണ്ടാക്കി, ആളുകളെ വിളിച്ചു വിട്ട് ഉണ്ടാക്കിയപ്പോൾ കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത ഒരു സ്റ്റേജ് വന്നപ്പോൾ സിറ്റി മേയർ, പട്ടണ മേനവൻ എഴുന്നേറ്റ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മളവിടെ വായിച്ചത്. ഒന്നുകൂടെ വായിച്ചാൽ even to speak citizens of Ephesus. He said, everyone knows that Ephesus is the official guardian of the temple of the great Artemis, whose image fell down to us from heaven. Whose image fell down from heaven, earth to so from heaven to earth. അപ്പോൾ എവിടെ നിന്നാണ് ഇത് വീണത്? That's what they believed. അവരുടെ വിശ്വാസം, ആകാശത്ത് നിന്ന്
വീണ വിഗ്രഹമാണെന്നും അങ്ങനെ അതിനെ എടുത്തു വെച്ച് പ്രതിഷ്ഠിച്ച് അപ്പം നമ്മൾ ഓർക്കണം, ഈ വിഗ്രഹാരാധനയുടെ ശക്തി തുടങ്ങിയത് ഇന്നലെ ഇന്നൊന്നുമാണ്. എന്ന് മുതലുള്ളതാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ കഴിഞ്ഞ ഒരു 10-15 ദിവസം കൊണ്ട് ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഉള്ള സംഗതികൾ ഇങ്ങനെ വഴിയിലും അവിടെ ഇവിടെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ട്രാഫിക്കും ഒക്കെ ബ്ലോക്കാക്കി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. വെല്ലിച്ചായനെയും കൊച്ചിച്ചായനെയും എല്ലാം പൊക്കി എടുത്തുകൊണ്ട് പോയി. ഏതായാലും കഴിഞ്ഞ ദിവസം കൊണ്ട് പോയി സ്നാനപ്പെടുത്തി കൊണ്ടുപോയി ഇട്ടിരിക്കുക. ഇനി പൊങ്ങി വരികയല്ല എന്ന് നമുക്ക് ന്യായമായിട്ട് അടുത്ത വർഷത്തേക്കേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ കേസല്ല. ദിസ് വാസ് ബിഗൺ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ കാര്യമാണ് വിഗ്രഹാരാധനയുടെ മൂർത്തിഭാവം. വിഗ്രഹാരാധന നമ്മൾ മനസ്സിലായി. പൗലോസ് പറയുമ്പോൾ പറയുന്നുണ്ട്, പോൾ സേസ് ദാറ്റ് ഐഡൽ ഈസ് നത്തിങ്. വിഗ്രഹം ഏതുമില്ല. അതാ പൗലോസിന്റെ പാട്ട്, വിഗ്രഹം ഏതുമില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഐഡൽ ഈസ് നത്തിങ്. ബട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബിഹൈൻഡ് എവറി ഐഡൽ ദർ ഈസ് ആൻ ഈവിൾ പവർ, ഈവിൾ സ്പിരിറ്റ്. ഓരോ വിഗ്രഹത്തിൻ്റെയും പിന്നിൽ ആരാധനാമൂർത്തിയായിട്ട് ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ പിന്നിൽ എന്തുണ്ട്? അതിന് പിന്നിൽ എന്തുണ്ട്? ഒരു ദുഷ്ടാത്മ ശക്തി. ആ ശക്തിയാണ് ഈ ആളുകളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ആ ശക്തിയാണ് ആളുകളിലേക്ക് വിശ്വാസത്തെ കടത്തി വിടുന്നത്. ഇതിൻ്റെ അടുത്ത് പോയാൽ, ഇതിന് പാലും പഴവും കൊടുത്താൽ അങ്ങനെയാണ്, അത് ഗുണമാണ്, അത് ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ അതിന് ഇന്ന ഗുണമാണ്, അതിനെ കൊണ്ട് വെള്ളത്തിൽ മുക്കിയാൽ ഇന്നത്, പൊക്കിക്കൊണ്ട് നടന്നാൽ ഇങ്ങനെയാണ്, മല ചവിട്ടി കയറിയാൽ ഇന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നതിന് ശേഷമാണല്ലോ കേദാർനാഥിലൊക്കെ ഈ പിൽഗ്രിംസ് പോയി. എന്തൊരു ഭയങ്കരമാണ്. ഇന്ത്യ മുഴുവൻ ഇളകിയ സംഭവമല്ലേ. തലസ്ഥാന നഗരി മുതൽ പ്ലെയിനും ഹെലികോപ്റ്ററും എല്ലാം വിട്ട് ഒത്തിരി എണ്ണം ഒഴുകിപ്പോയി. ബാക്കിയെല്ലാം കൂടി ഇടിഞ്ഞു വീഴുന്നതെല്ലാം നമ്മൾ TV കണ്ടത്. അവിടെ നാടിനെ എല്ലാത്തിനെയും കൂടെ കൊണ്ടുവന്ന ഹെലികോപ്റ്ററിൽ കൊണ്ടുവരാനായിട്ട് എത്ര എണ്ണം മരിച്ചു എന്നൊരു കൃത്യമായ കണക്കൊന്നുമില്ല. ചുമ്മാ 2000 3000 എന്നൊക്കെ പറഞ്ഞു. അതിനേക്കാളൊക്കെ എത്രയോ അധികം ആളുകൾ മരിച്ചു. പക്ഷെ അവരുടെ വിശ്വാസം അങ്ങനെ പോയി മരിച്ചാൽ അതെന്താണ്? നേരെ അവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? So that's what I say. Behind every idol, behind every deity, behind every worship, there is an evil power that is forcing the people into it. അപ്പോൾ അത് ആളുകളെ വിശ്വസിപ്പിക്കാൻ കുറച്ച് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തെന്ന് വരാം. അതിൻ്റെ പിന്നിലെല്ലാം പൈശാചിക വ്യാപാരമാണെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അറിയണം. ഞാനിപ്പോൾ നമ്മുടെ ക്ലാസ്സിനിടയ്ക്ക് എന്ന് പറയുകയാണ്, നമ്മുടെ വിഷയം അല്ലെങ്കിൽ പോലും പറയുകയാണ്. നമുക്ക് അടുത്തൊരു അവധി വരുമ്പോൾ നമുക്കൊരു പ്രയർ വാക്ക് ഞാൻ ഇങ്ങനെ ദൈവസനയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഒരു പ്രയർ വാക്ക് നമുക്ക് നടത്തണം. ഓരോ ഏരിയയിലുള്ള ആളുകളെ നമ്മുടെ ചുറ്റുപാട് നടക്കാവുന്ന അത്രയും ദൂരം രാവിലെ എഴുന്നേറ്റ് നടന്ന് സ്തോത്രം ചെയ്ത് ഒരു പ്രയർ വാക്ക് നമുക്ക് സംരക്ഷിക്കണം. അതിനകത്തൊക്കെ വലിയ ബലമുണ്ട് നമ്മൾ നിശ്ചയമായിട്ട്. കാരണം ദൈവത്തിൻ്റെ കർത്താവ് നമ്മളോട് അത് പറഞ്ഞിട്ടുണ്ട്, നീ കാൽ ചവിട്ടുന്നതൊക്കെ ഞാൻ നിനക്ക് എന്ത് തരും? സ്തോത്രം ചെയ്തുകൊണ്ടും യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ ദേശത്തെ ഞങ്ങൾ അവകാശമാക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നടന്നാൽ അത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തോടെ തീർച്ചയായിട്ടും അതിനകത്ത്. അപ്പം അതൊക്കെ നമുക്ക് ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ചെയ്യാം. ദൈവത്തിന് ബാക്കി കർത്താവിന് ഇട്ട് കൊടുക്കാൻ, കർത്താവ് ചെയ്യട്ടെ. അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഇതാണ്. അപ്പൊ അർത്തമീസ് ദേവി എഫെസോസിനെ സംബന്ധിച്ച് അന്നത്തെ ഏറ്റവും വലിയ ഒരു ആരാധനാമൂർത്തിയും മറ്റുമായിരുന്നു. അപ്പൊ ഇത് സ്വർഗത്തിൽ നിന്ന് വീണതാണെന്നും അതിനെ എടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചതാണെന്നും ഒക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ മനുഷ്യന്റെ ദെമത്രിയോസ്, അയാളുടെ പേരവിടെ പറയുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ. ദെമത്രിയോസ് എന്ന പേര് പറയുന്ന തട്ടാനാണ്. ആ തട്ടാന് അയാളുടെ ബിസിനസ്സിന് നഷ്ടം വന്നപ്പോൾ ആളുകളെല്ലാം കൂടെ കൂട്ടി ഇളക്കി എന്ത് ചെയ്തു? പൗലോസിനും കൂട്ടർക്കും എതിരെ വലിയ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെയുള്ള പ്രശ്നം നടുവിലാണ് സിറ്റി മേയർ വന്ന് ഇടപെട്ട് പറയുന്നത്. അപ്പോൾ സിറ്റി മേയർ വന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. അവരോട് പറയുന്നത്, അയ്യോ ഇവരിങ്ങനെ പറഞ്ഞാലും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ, നമ്മുടെ ദേവി എവിടെ നിന്ന് വീണതാ, അങ്ങൊന്ന് വീണതെന്ന് അറിയത്തില്ലേ, അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഏതായാലും അന്നത്തെ കലഹത്തെ അദ്ദേഹം ഇടപെട്ട് അവിടെ ഒതുക്കി. അപ്പോൾ ഈ
ഈ ടെമ്പിൾ അല്ലെങ്കിൽ ക്ഷേത്രവും ഇതിൻ്റെ പിന്നിലുള്ള ആരാധനാ ശക്തിയും അത്ര വലുതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സിറ്റിയിലാണ് അല്ലെങ്കിൽ ഈ പട്ടണത്തിലാണ് ഏത് സഭ സ്ഥിതി ചെയ്തിരുന്നത്? എഫെസസ് ചർച്ച് സ്ഥിതി ചെയ്തിരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് കം ഫോർവേഡ്. ഞാൻ ഈ എഫെസസ് സഭയെക്കുറിച്ച് ഉള്ള കാര്യം ഇന്നും പറഞ്ഞ് തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇച്ചിരി സ്പീഡിൽ പോയാലും നമുക്ക് ഒരു സഭയെക്കുറിച്ച് ഒരാഴ്ച പറഞ്ഞാലും നമുക്ക് ഓരോ സഭയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഏഴാഴ്ച അത് തന്നെ പറഞ്ഞു തീരും. അപ്പം അതുകൊണ്ട് നമുക്ക് സമയം വേണം. അതുകൊണ്ട് നമുക്ക് കഴിവതും വേഗം ഇന്ന് ഇത് പറഞ്ഞു തീർക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. Now, about the people of the church at Ephesus. Ephesus സഭയിലെ ജനത്തെ സംബന്ധിച്ച്. Now, before that, John begins the letter with the two description of the risen Christ. John begins the letter with the two description of the risen Christ. ഇല്ലേ? അതിൻ്റെ താഴെ കാണുന്നത് അവർക്ക് കുഴപ്പമില്ല. അതിന് കട്ടയ്ക്ക് ചില പ്രശ്നമൊക്കെ ഉണ്ടെന്ന് സാധിക്കുന്നത്. പക്ഷേ നമുക്ക് സാരമില്ല. ഇന്നൊന്ന് വായിച്ച് 2-ാം അധ്യായത്തിൻ്റെ ആ ദൂത് തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ കാര്യം പറയുന്നത് എന്താ? അവിടെ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട്. അപ്പൊ എഫെസോസ് സഭയോട് കർത്താവ് എങ്ങനെയാ വെളിപ്പെടുന്നത്? The one who holds the 7 stars in his right hand and the one who walks among the 7 golden lampstands. And if you have attended the last week class, of course there need not to have any explanation about it. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് അല്പസമയം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 7 നക്ഷത്രം എന്ന് പറയുന്നത് എന്താ? ഓക്കെ, കഴിഞ്ഞ ആഴ്ച വരാത്തവർക്ക് വേണ്ടി ആ വാക്യം ഒന്ന് വായിച്ച് 1:20, chapter 1:20. 1:20 വാക്യം. Of the 7 stars you saw in my right hand and the 7 gold lampstands. The 7 stars are the angels of the 7 churches. 7 stars are the angels of the 7 churches. And the 7 lampstands are the 7 churches. 7 lampstands are the 7 churches. അപ്പം 7 ദൂതന്മാര് അല്ല 7 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? സഭയുടെ ദൂതന്മാർ. സഭയുടെ ദൂതന്മാർ എന്ന് പറയുമ്പോൾ ആരാണ്? സഭയുടെ മിനിസ്റ്റേഴ്സ് അവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മള് he holds the 7 stars in his right hand. കർത്താവ് 7 നക്ഷത്രങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? തൻ്റെ വലം കൈയിൽ പിടിച്ചിരിക്കുന്നു. The word the word kratein is used there. Kratein in Greek means Christ has the complete control over the church. You know, the word kratein means when we take hold of a thing, we seldom take hold of the whole of it, but part of it. When you take something, okay, ഇപ്പോൾ ഞാൻ ഈ വാച്ച് കയ്യിലെടുക്കുകയാണ്. വാച്ച്, ഓക്കെ, ഇത് വാച്ച് കയ്യിലെടുത്താൽ എനിക്ക് വാച്ച് ഇങ്ങനെ കയ്യിലെടുക്കാൻ കഴിയും. ഇപ്പോൾ ഈ വാച്ച് എൻ്റെ കയ്യിലാണ്. എന്നാൽ ക്രാറ്റൈൻ എന്ന വാക്ക് വരുമ്പോൾ ഈ പിടുത്തത്തിന് ക്രാറ്റൈൻ എന്ന് വരുന്നില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെയാണ് ഈ വാച്ച്, പക്ഷെങ്കിൽ ഇത് ക്രാറ്റൈൻ എന്ന വാക്കിൻ്റെ അർത്ഥമാകുന്നില്ല. ക്രാറ്റൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ക്രാറ്റൈൻ. ഓക്കെ, the way that you hold it. ഇങ്ങനെ പിടിക്കുന്നതിനാണ് ക്രാറ്റൈൻ എന്ന് പറഞ്ഞാൽ ആ സംഗതി മുഴുവനും കൈക്കകത്ത്. അപ്പൊ 7 നക്ഷത്രങ്ങൾ യേശുവിൻ്റെ റൈറ്റ് ഹാൻഡിൽ, കർത്താവിൻ്റെ വലത് കരത്തിനകത്താന്ന് പറയുമ്പോൾ സഭയുടെ മിനിസ്റ്റേഴ്സ് അല്ല, ജനറലായിട്ട് പറഞ്ഞാൽ നാം എല്ലാവരും കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണെന്നാണ് അതിൻ്റെ ആശയം. Okay, so he holds the 7 stars in his right hand. And secondly, he walks in the midst of the 7 golden lampstands. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ അവൻ നടക്കുന്നു. അത് നമ്മൾ 1:20 തന്നെ വായിക്കുന്നു. 7 പൊൻ ലാംപ്സ്റ്റാൻഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ലാംപ്സ്, പൊൻനിലവിളക്ക് എന്നല്ല. മലയാളത്തിൽ നിലവിളക്ക് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ
ലാംസ്റ്റാൻഡ്സ് എന്നാണ്. സഭ സഭ വിളക്കല്ല, മറിച്ച് സഭ എന്താണ്? സ്റ്റാൻഡാണ്. വിളക്കിനെ വഹിക്കുന്ന സ്റ്റാൻഡാണ്. ജീസസ് ടോൾഡ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ യേശു ലോകത്തിന്റെ വെളിച്ചമാകിയാൽ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുവിനെ, ആ പ്രകാശത്തെ, വെളിച്ചത്തെ വഹിക്കുന്ന സ്റ്റാൻഡാണ് ദൈവത്തിന്റെ സഭ. വിളക്ക് തണ്ടാണ്, വിളക്കല്ല, വിളക്ക് തണ്ടാണ് സഭ. അപ്പം ഈ വിധത്തിലാണ് ഈ സഭയോട് കർത്താവ് ഇടപെടുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനിയും ഈ സഭയെ കർത്താവ് അനുമോദിക്കുന്നുണ്ട്. ഓക്കെ, അവരെ അനുമോദിക്കും. The risen about the people of the church. The risen Christ praises their toil. എങ്ങനെയാ അവരോട് പറയുന്നത്? വായിച്ച്, ഞാൻ നിന്റെ അത്രയും പോണ്ട. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും. രണ്ടു കാര്യങ്ങള് കർത്താവ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. എഫെസോസ് സഭയെ അവരുടെ പ്രയത്നം എന്നതിന് ഇംഗ്ലീഷിൽ ടോയിൽ എന്ന പദമാവും. ടോയിൽ മീൻസ് നോട്ട് ജസ്റ്റ് വർക്ക് ബട്ട് ഹാർഡ് വർക്ക്, ലേബർ. വളരെ കഠിനാധ്വാനം ചെയ്യുന്ന പദത്തിനാണ് എന്ത് പറയുന്നത്? ടോയിൽ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് കഠിനാധ്വാനത്തിനാണ്. അപ്പൊ കർത്താവ് പറയുന്നത്, ഞാൻ നിന്റെ അധ്വാനം അറിയുന്നു. മലയാളത്തിലവിടെ പ്രവൃത്തി എന്നാണ്, ഇംഗ്ലീഷിൽ ടോയിൽ എന്നാ. ഞാൻ നിന്റെ കഠിനാധ്വാനം അറിയുന്നെന്നാ അവിടെ പറയുന്നത്. കഠിനാധ്വാനം അറിയുന്നു. The word kopos in Greek, the word kopos is used. Romans chapter 16, you don't have to read, you can read later. 1 Corinthians 15:10, Galatians 4:11. All these scriptures, when you go through the meaning is work hard. Kopos means work hard. Toil means work hard. അവിടെ റോമാലേഖനം 16:12, 1 Corinthians 15:10, ഗലാത്യർ 4:11 ഒക്കെ കഠിനാധ്വാനം. റോമാലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ, കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചെയ്യുക. എങ്ങനെ അധ്വാനിച്ച ആളാണ്? വളരെ അധ്വാനിച്ചു. അപ്പൊ കോപ്പോസ് എന്ന പദം വളരെ അധ്വാനം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ ടോയിൽ അറിയുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് അധ്വാനം. കർത്താവിന് വേണ്ടി ഞാനും നിങ്ങളും എന്ത് ചെയ്താലും അത് കർത്താവ് കാണുന്നു, അറിയുന്നു എന്ന് മാത്രമല്ല, അതിനർഹമായ അംഗീകാരവും കർത്താവ്. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രയത്നം കാണുന്നവനാണ്. നമ്മൾ മനുഷ്യരെ കാണിച്ചോ കാണിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മനുഷ്യരെ കണ്ടാലും കണ്ടില്ലെങ്കിലും, രഹസ്യമായി ചെയ്താലും, എങ്ങനെയായാലും കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു ടോയിലാണെങ്കിൽ, if it's a hard work for the Lord, if you take a risk to do something for the Lord, surely the Lord will honor you. The Lord will appreciate you. കർത്താവിന്റെ അംഗീകാരം അതിന് ലഭിക്കും, കർത്താവിന്റെ അഭിനന്ദനം അതിന് ലഭിക്കും. സോ risen Christ was appreciating their work, their hard work. And also, പിന്നെ അവരുടെ സഹിഷ്ണുതയെ കുറിച്ച് പറയുന്നു. He praises their steadfast endurance. ഹുപ്പോമനെ എന്ന ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹുപ്പോമനെ which means a courageous gallantry which accepts suffering and hardship and turns them into grace and glory. അവരുടെ സഹിഷ്ണുതയെ കർത്താവ് അംഗീകരിക്കുകയാണ്. സഹിഷ്ണുത, ഹുപ്പോമനെ എന്ന പദം അവിടെ, സഹിഷ്ണുത എന്നത് സകലത്തെയും സന്തോഷത്തോടെ സഹിക്കുന്നത് മാത്രമല്ല, സകലവും സന്തോഷകരമാക്കി തീർക്കുന്ന അനുഭവം കൂടെയാണ്. സന്തോഷത്തോടെ സഹിക്കുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണം? സകലത്തെയും സന്തോഷമാക്കി തീർക്കണം. സഹിക്കുന്നത് വേറെ, സന്തോഷമാക്കി തീർക്കുന്നത് വേറെ. സഹിക്കുന്നത് നമുക്ക് ചിലപ്പോൾ, പക്ഷേ എല്ലാറ്റെയും സന്തോഷമാക്കി തീർക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് ഈ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ, ചങ്ങലയൊക്കെ കയ്യിലുള്ളപ്പോൾ, Philippians chapter 4 verse 4 and all, what he says, rejoice in the Lord always, and again I say rejoice. കർത്താവിൽ
സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ജോയ്, റിജോയ്സിങ് എക്സ്പീരിയൻസ്. നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ കാരാഗൃഹത്തെ പൗലോസ് കർത്താവിന് വേണ്ടി ഒത്തിരി സഹിച്ചയാളാണ് പൗലോസ്. പക്ഷെ ഈ കാരാഗൃഹത്തെ പൗലോസ് എന്താക്കി മാറ്റി? സന്തോഷമാക്കി മാറ്റി. അതാണ് ഈ പെരുതി വാക്കിൻ്റെ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങൾ ചെറുതോ വലുതോ, നമ്മുടെ ചലഞ്ചസ്, ആത്മീയ ജീവിതത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ, വിഷയങ്ങൾ വരുമ്പോൾ അതിനെ നാം എന്താക്കി മാറ്റണം? സന്തോഷമാക്കി മാറ്റണമെന്നാണ് നമ്മോട് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ദെൻ പ്രയത്നത്തെ കർത്താവ് പ്രകീർത്തിച്ചു, പിന്നെ അവരുടെ സഹിഷ്ണുതയെ പ്രശംസിച്ചു. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് എന്തോ അപ്പൊ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന കുറെ ആളുകളെ എഫെസോസ് സഭയിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെല്ലുവായിരുന്നു. പക്ഷേ എഫെസോസ് സഭയിലുള്ളവര് ഇവരെ എന്ത് ചെയ്തു? ചുമ്മാ കള്ളന്മാരെന്ന് വിളിക്കുമായിരുന്നു. പിന്നെ പരീക്ഷിച്ച് കള്ളൻ. ഇവിടെ പരീക്ഷിച്ച് എന്ന് പറയുമ്പോൾ ദ വേർഡ് ഡിസേണിങ് ഈസ് യൂസ്ഡ്. പരീക്ഷിച്ച് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്തെന്നല്ല, ഡിസേൺ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? വിവേചിച്ചു. റൈറ്റ്, എക്സാക്ട്ലി, വിവേചിച്ചു. എനിക്ക് സങ്കടകരമായി തോന്നുന്നൊരു വിഷയം, ഇന്ന് പെന്തക്കോസ്ത് ഓണത്തില് ഈ വിവേചന വരം എന്ന് പറയുന്ന ആ വരം എന്തില്ല, കുറവെന്നല്ല മാമേ, തീരെ ഇല്ല. ഏത് വേഷം കെട്ടി വന്നാലും നമ്മളെ ആളുകൾ എടുക്കുന്ന തലയിലോട്ട് ഏറ്റവും കൂടുതൽ വക്രിപ്പും വെട്ടിപ്പും കളിപ്പീരും നടത്താൻ പറ്റിയ ഒരു ഫീൽഡാണ്. എക്സാക്ട്ലി. ഞാനിവിടെ നിന്നുകൊണ്ട് അതൊന്നും വിവരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അത് വിവരിക്കാൻ പോയ 6 ക്ലാസ് എടുത്താലും തീരെയല്ല. അതിനുള്ള വിവരണം നമ്മുടെ ഇടയിൽ നടക്കുന്ന തട്ടിപ്പും. പക്ഷെ ആ വാക്ക് ഉപയോഗിക്കുന്നത് വചനപ്രകാരം ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്കതല്ലാതെ വേറൊരു വാക്ക് ഉപയോഗിക്കാനില്ല. അതുകൊണ്ട് ആത്മലോകം ഇന്ന് അതുപോലെ ആയിരിക്കാം. പ്രോബ്ലം ഞാൻ ഉൾപ്പെടെ അല്ലാതെ ഇപ്പം ഞാൻ വേറൊരാളെ പറയല, എനിക്കുൾപ്പെടെ എന്തില്ല ഡിസേണിങ് സ്പിരിറ്റിൽ ഒരു വിവേചന വരം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം, നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കണം. ഒരു വിവേചന വരം തരണം. സ്തോത്രം. വാദോരാതെ നോൺ സ്റ്റോപ്പായിട്ട് അന്യഭാഷ 5 മിനിറ്റ് പറയുന്നത് കേട്ടോണ്ട് ഇതെല്ലാം ദൂതാണെന്ന് ചാടിക്കയറി വിശ്വസിക്കും. ഓക്കെ, മുന്നിലുള്ളതും പുറകിലുള്ളതും നടന്നതും ഒക്കെ പറയാനായിട്ട് പറ്റും. ഞാൻ ഒരു ചെറിയ കാര്യം, നമ്മൾ ഇത്രയും പേര് വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. ഇത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഗൾഫിലെ ഒരു പ്രവാചകൻ അദ്ദേഹം ചില ദൂതൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് ഭയങ്കര പിടുത്തമായി. പിന്നെ ഇരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ പൊക്കി എടുത്തുകൊണ്ട് പോവുകയാണ്. ഗൾഫിലൊക്കെ കാര്യമല്ല. വെള്ളിയാഴ്ച ദിവസങ്ങളും ചില ദിവസങ്ങളുണ്ട് ആരാധനയ്ക്ക് ഓരോ ടൈമിങ് കൊടുത്തിരിക്കുക. അപ്പോൾ വലിയ ചർച്ച് പോകുമ്പോൾ ഓരോ ഡോർ ഓരോരുത്തർക്ക്. ഇവിടുത്തെ ആരാധന കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് ആളുകൾ വലിച്ചുകൊണ്ട് അടുത്ത് കൊണ്ടുപോകും, അവിടുന്ന് അപ്പുറത്തോട്ട് കൊണ്ടുപോകും, അവിടുന്ന് കഴിയും. ഈ ആരാധന എല്ലാം കഴിയുമ്പോഴത്തേക്കും കാറയിൽ ഇദ്ദേഹത്തെ വലിച്ചു കയറ്റാൻ ആളുകൾ മത്സരിക്കുക. ഇങ്ങനെ കയറ്റിക്കൊണ്ടു കിടന്ന് ഈ മനുഷ്യന് ശ്വാസം വിടാൻ നേരമില്ലാതെ ഭയങ്കര മിനിസ്ട്രിയാണ്. അതിനനുസരിച്ച് പോക്കറ്റ് നിറയുന്നുണ്ടെന്ന് ഓർത്തോണേ. അതാണ് അതിൻ്റെ മെയിൻ വിഷയം. ഓക്കെ, അപ്പൊ ഇതും നടക്കുന്നുണ്ട്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നോൺ സ്റ്റോപ്പായിട്ട്. അപ്പോൾ ഒരു ചർച്ചിൽ ഒരു മാസം കഴിഞ്ഞു വിസ പെട്ടെന്ന് ആളുകൾ കാശ് മുടക്കി വിസയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതാണ് ഇത്രയും പ്രയോജനമുള്ള ദൈവദാസനെ ഇനി കിട്ടാതെ അതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഒരു മാസം കഴിഞ്ഞു. ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടില് ഭാര്യയും ഭർത്താവും ജോലിക്കാരാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം വന്നപ്പോൾ ഇവർക്ക് 2 പേർക്കും ജോലിയാണ്. 2 പേർ, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി. അപ്പോൾ അന്നേരം ഈ ചർച്ചിൽ കൊണ്ടുപോകാനായിട്ട്, ഒരു പുതിയ പോകാത്തൊരു ചർച്ചിൽ കൊണ്ടുപോകാനായിട്ട് പരിചയമുള്ള ഒരാൾ, ഇവരുടെ വീട് അറിയാവുന്ന ഒരാൾ അഡ്രസ്സും എല്ലാം കൊടുത്തിട്ട് ആൾ വരുമ്പോൾ പറഞ്ഞ് ഇന്ന സമയത്ത് വരും, ഞാൻ വരുമ്പം വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം വന്നു. ഈ കൊണ്ടുപോകാനുള്ള ആൾ വന്നിട്ട് വന്നപ്പോൾ
അവിടെ ആ ഫ്രണ്ട് ഡോറ് കുറ്റിയിട്ടിട്ട് തുറന്നു കിടക്കും. അതായത് അകത്ത് കയറി എന്നിട്ട് ഈ ദേവദാസൻ താമസിക്കുന്ന ഭാഗത്ത് ഇരുന്നപ്പോൾ കഥ അടച്ചിട്ടേക്കുക. പിന്നെ ഇതിൻ്റെ സൈഡ് വഴി ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയുടെ അവിടെ പല പ്രാവശ്യം മുട്ടിയിട്ടൊന്നും ഒരു അനുഭവമില്ല. അപ്പോൾ ഇതെന്നാ പറ്റി, ഈ യോഗത്തിന് പോകണം, ആളുകൾ അവിടെ നോക്കിയിരിക്കുക ദൂത് കേൾക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് എന്തോ ചെയ്യണമെന്നറിയാതെ പോയി ഈ ജനലിൻ്റെ കർട്ടന് ഇച്ചിരി മാറ്റിയപ്പോൾ ചെറിയ ഒരു അല്പം ഗ്യാപ്പുണ്ട്. കർട്ടൻ ഇച്ചിരി മാറ്റി നോക്കിയപ്പോൾ ഞാൻ കണ്ട കാര്യമല്ലേ, ഞാൻ കേട്ട. പക്ഷെ ഞാൻ കേട്ടതെന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ സംഭവം കണ്ടുപിടിച്ച ആ ആളും ആളുടെ പാസ്റ്ററും നേരിട്ട് കുമ്പനാട് വന്ന് പറഞ്ഞ കാര്യം ഞാൻ കേട്ടതാണ്. അവരത് നുണ പറയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, അത് സംഭവിച്ചൊരു കാര്യം. അപ്പം കാണുന്ന കാഴ്ച, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പെട്ടി ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ആ പെട്ടിയുടെ മുന്നിൽ ഇദ്ദേഹം ചമ്പ്രം പടഞ്ഞിരിക്കുകയാണ്. പത്മാസനത്തിരിക്കുന്നവരിക്കും. അപ്പം പെട്ടി ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. തുറന്നിട്ട് പെട്ടി തുറന്നു വെച്ചിട്ട് പെട്ടി തുറന്നു വെച്ചേക്കുന്നത് കൊണ്ട് ഈ മനുഷ്യന് ഇതിനകത്ത് എന്നാന്ന് കാണുന്നത്, ഇദ്ദേഹത്തിൻ്റെ പുറകിലല്ലേ നോക്കുന്നത്. അപ്പോൾ പുറവശം കാണുന്നത് തുറന്നു വെച്ചേക്കാം. എന്നിട്ട് തുറന്നു വെച്ചിട്ട് ചുമ്മാ ഒരു ഒരു കസവ് മുണ്ട് മാത്രം ഉടുത്തിട്ട് ഒരു പൂണൂലും ഇട്ടിട്ട് ഈ പെട്ടിയുടെ മുന്നിൽ ഇരുന്ന് ഈ തുറന്നു വെച്ചിരിക്കുന്ന പെട്ടിയുടെ മുന്നിൽ ഇതിനകത്ത് ഏതാണ്ടോ സംഗതിയുണ്ട്. ആ സംഗതിയെ ഇദ്ദേഹം ഇങ്ങനെ ഭക്തിപൂർവ്വം വണങ്ങിക്കൊണ്ടിരിക്കും. ഈ മനുഷ്യനെ കൊണ്ടുപോകാൻ തോന്നിയ ആളിത് കണ്ടിട്ട് ഇദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞത് എന്നോട് പറഞ്ഞു, എന്നെ സാറേ ഞാൻ കണ്ണുമൊക്കെ തിരുമ്മി ഇങ്ങനെ, ഇത് സത്യമാണല്ലോ, ഇത് എവിടെ, ഞാൻ ഏത് ലോകത്ത് തിരുമ്മി ഞാൻ തന്നെത്താനെ ഞുള്ളുമൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. പുള്ളി ഇനി വല്ല സ്വപ്നം കാണുവാണോ എന്ന് അറിയാനാണ്. ഇരിക്കാൻ നേരമില്ലാതെ ഇതുപോലെ ഭയങ്കര ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് ഇത് കാണിക്കുന്നത്. പിന്നെ നോക്കിയപ്പം സംഭവം അവസാനം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ, അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ എന്നതാ ഈ ചെറിയ പൂക്കളൊക്കെ ഈ ചെവിയലുണ്ട്. അവിടെ അതെല്ലാം പെട്ടെന്ന് എടുത്ത് അവിടെ ഇവിടെയെല്ലാം പൊതിഞ്ഞൊക്കെ വെച്ചിട്ട് നോക്കും മേത്തു നേതാണ്ടെല്ലാം കൊട്ടിക്കുടഞ്ഞ് പൗഡർ പോലെ ഭസ്മ സാധാരണ അങ്ങനെ വല്ലതും ആകാൻ സാധ്യത എല്ലാം കൊട്ടിക്കുടഞ്ഞ് ആളെല്ലാം ഉഷാറായിട്ട് പെട്ടെന്ന് വന്ന് പെട്ടി അടച്ചിട്ട് തിരിഞ്ഞിങ്ങ് വന്നു. അപ്പോഴത്തേക്ക് ഇയാൾ വരുന്ന നേരമായിരുന്നു. അപ്പോഴത്തേക്ക് ഇദ്ദേഹം പെട്ടെന്ന് മാറി. അപ്പോൾ പെട്ടെന്ന് വെളിയിലോട്ട് വന്ന് ഉടനെ എപ്പോഴാ വന്ന് ഞാനൊരു അച്ഛന് വൈകിപ്പോയി കേട്ടോ. എങ്ങനെയാണ് ആളുകളൊക്കെ വന്ന ഉടനെ ഉടനാറായി സ്വല്പം വൈകിപ്പോയി. കുളിച്ചിറങ്ങുമ്പോഴത്തേക്കും നേരം പോയി. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്. അവസാനം ഇദ്ദേഹത്തിന് മനസാക്ഷിയെ ഭയങ്കര വിഷമം. ഇദ്ദേഹം അവിടുന്ന് ചാടി ഇറങ്ങി എൻ്റെ സമയം ചാടി ഇറങ്ങി അവിടെ നിന്ന് ഇയാളെ കേട്ടാതെ പോയി നേരെ അപ്പോഴത്തേക്ക് ഇങ്ങനെ പുറകിൽ ഫോൺ വിളിയായി പാസ്റ്ററെ വിളിച്ചു, എന്നെ കൂട്ടാൻ വന്നയാൾ എന്നെ കൂട്ടാതെ പോയി, അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഇദ്ദേഹം അവിടെ ചെന്നപ്പോഴത്തേക്കും പാസ്റ്ററും വിശ്വാസികളും എല്ലാം കൂടെ ഈ മനുഷ്യനെ കൊണ്ടുപോകാൻ ചെന്നയാളെ കൈ വെച്ചില്ലെന്നുള്ളവള് ബാക്കി ദ്രോഹങ്ങളും മുഴിച്ചു കൂട്ടാതെ ചെന്നു. അവസാനം ഇയാൾ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കും, നിങ്ങളെന്നെ കൊന്നാലും ഞാൻ കണ്ട കാര്യമായത് വിശ്വസിക്കുക. ആ മനുഷ്യനെ ശുശ്രൂഷിപ്പിക്കല്ലേ, ഇത് ദൈവാത്മാവല്ല, ഏതാണ്ട് പിശാചിനെ കൊണ്ട് വന്നിരിക്കുക, നിങ്ങൾ വെറുതെ വഞ്ചിക്കപ്പെടരുത്. സമ്മതിക്കുക. അവസാനം വേറെ ആളെ പാസ്റ്റർ പറഞ്ഞു വിട്ടു. വേറെ ആൾ വന്നു. അപ്പോഴത്തേക്കും പുള്ളി പുൽക്കൈയൊക്കെ ഇട്ട് നല്ല വെള്ള ഷർട്ട് ഇട്ട് കുട്ടപ്പനായി ഇൻസേർട്ടൊക്കെ ചെയ്ത് മിടുമിടുക്കനായിട്ട് നിൽക്കുകയാണ്. കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഭയങ്കര ശുശ്രൂഷ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ സംഗതി വ്യക്തമായി. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി വന്ന് ഇപ്പൊ പുള്ളിക്ക് മനസ്സിലായി കള്ളിവിളി. അപ്പൊ കൂടുതൽ ശക്തി ആർജിക്കണ്ടേ. തമ്പുരാൻ പറയുകയാണെങ്കിൽ അത് വേറെ, ഇത് പറയുന്നത് വേറെ ഫോഴ്സിൽ നിന്നല്ലേ. അപ്പൊ കൂടുതൽ ശക്തി ആർജിക്കാൻ രാത്രി വന്നിട്ട് ഉറക്കളച്ച് അദ്ദേഹം പരിപാടി നടത്തുകയാണ്. അപ്പൊ പാതിരാത്രിക്ക് വീട്ടുകാരൻ ജോലി കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഭാഗ്യത്തിന് വീട്ടുകാരൻ കണ്ടുകൊണ്ട് നേരിട്ടു. അപ്പൊ കള്ളി വിളിച്ചു. അപ്പൊ സൗക്കാർ വിളിച്ചു. വേഗം മെസ്സേജ് എല്ലായിടത്തും കൊടുത്തു. അപ്പോഴത്തേക്കും ഇങ്ങോട്ട് ഒരു 5-6 വർഷം മെയ്യനങ്ങാതെ ജീവിക്കാനുള്ളത് പോക്കറ്റ് വീട് കഴിഞ്ഞു. 5-6 വർഷത്തേക്ക് പിന്നെ വേറൊരു പണിക്കും പോകണ്ട. ഞാൻ പറയുന്ന ഈ ശൈലി ഒന്ന് കേട്ട് നിങ്ങൾ വിഷമിക്കില്ല. പക്ഷെങ്കിൽ ആത്മലോകം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ സഭയിലുള്ള ദൈവങ്ങളോട് പറയാം, ഈ സഭയിലെ ദൈവങ്ങളോട് പറയാം, ഇവിടെ ഞാൻ ശുശ്രൂഷിക്കുന്ന അത്രയും കാലം
പ്രവാചകനാണെന്നും പറഞ്ഞ് ആരെങ്കിലും ഇവിടെ കയറി വന്നാൽ എനിക്ക് വ്യക്തമായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരുന്ന നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഒക്കെ, അല്ലെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാത്ത ഒറ്റയൊന്നിനെ ഞാനിവിടെ പ്രവചിപ്പിക്കാം. ഇതിനുള്ള കാര്യം ഇപ്പോഴേ പറയാം, പ്രവചിപ്പിക്കത്തില്ല. കാരണം അത് അങ്ങനെ ആയതുകൊണ്ടാണ് 1000 എക്സാമ്പിൾ എനിക്കുണ്ട് പറയാനാണ്. സങ്കടം കൊണ്ടാണ് പറയുന്നത്. നമുക്ക് ദൈവവചനം പറയുന്ന 1 Corinthians 13-ാം അധ്യായം, പ്രവചനപരം എന്ത് ചെയ്യും? നീങ്ങിപ്പോകും. ഭാഷാപരം നിന്നു പോകും. ആകാശവും ഭൂമിയും മാറിപ്പോകും. മാറാത്തത് the word of God. ആദ്യം അതിന് പ്രാധാന്യം കൊടുക്കുക. അത് നമ്മുടെ അകത്ത് കയറിയാൽ അത് നമ്മളോട് സംസാരിക്കും. നമ്മളോട് പറയാനുള്ളത് ഈ വചനത്തിന് ഇടപെടാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞത്, ഞാൻ 100% പ്രവചന ദൂതുകള് ഇന്നും വിറയലോടെ കേൾക്കാനും അത് അംഗീകരിക്കാനും മനസ്സുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് ഞാൻ അതിനെ വിമർശിക്കില്ല. പക്ഷെങ്കിൽ നമുക്ക് വിവേചന വരം വേണം. കാലം അതുപോലെയാണ്. അങ്ങനെ ഒരു കാലയളവില് നാം എത്തിപ്പെട്ടിരിക്കുകയാണ്. എഫെസോസ് സഭയെക്കുറിച്ച് കർത്താവ് അഭിനന്ദിച്ച് പറയുകയാണ്. എന്താ പറയുന്നത്? കള്ള അപ്പോസ്തലന്മാരെന്ന പേര് പറഞ്ഞു വന്ന കള്ള അപ്പോസ്തലന്മാരെ നീ എന്ത് ചെയ്തു? വിവേചിച്ചറിഞ്ഞു. യു ഹാവ് ഡിസേൺഡ് ദം. നീ അവരെ വിവേചിച്ചറിഞ്ഞു. സ്റ്റോപ്പ്. അത് അവരെ കുറിച്ചൊരു പ്ലസ് പോയിന്റ് പറയുകയാണ്. ഓക്കെ, let's go within 5 minutes. ഓക്കെ, അങ്ങനെ കർത്താവ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ചെയ്തിട്ട് അവരുടെ നല്ല പ്രവൃത്തികൾ ഇതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളിലെല്ലാം മത്തായി 7:15, പ്രവൃത്തി 20:29, 1 യോഹന്നാൻ 4:1 മുതൽ 3 വരെ, 1 തെസ്സലോനിക്കർ 5:21, 1 കൊരിന്ത്യർ 14:22, മത്തായി 7:15 മുതൽ 20 വരെ, ഈ വാക്യങ്ങളിലെല്ലാം ഈ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് ആണ് ഈ വേദഭാഗങ്ങളിലെല്ലാം എഴുത്തുകാർ പറഞ്ഞിരിക്കുന്നത്. യേശു ഉൾപ്പെടെ പൗലോസ്, യോഹന്നാന് തുടങ്ങിയ എഴുത്തുകാര് പറഞ്ഞിരിക്കുന്ന കാര്യം ദുരുപദേശവുമായി വരുന്ന അവരെ ഈ എഫെസോസ് ചർച്ച് വിവേചിച്ച് അറിഞ്ഞു. അതുകൊണ്ട് അവരെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഭാഗം നമ്മൾ അത്രയും പറഞ്ഞ് വിടുന്നു. ഇനിയും ഈ എഫെസോസ് ചർച്ചിനെ കുറിച്ച് എത്ര കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തു? ഒന്ന് നോക്കി പെട്ടെന്ന് ആ വാക്യം ഒന്ന് നോക്കി. എത്ര കാര്യങ്ങൾ അവരെ അഭിനന്ദിച്ചു? 1 പ്രവൃത്തി, 2 പ്രയത്നം, 3 സഹിഷ്ണുത, വിവേചനം, പിന്നെ പേഷ്യന്റ്ലി സഫർ. ഓക്കെ. അപ്പൊ നിങ്ങളത് എഴുതി നോക്കിയോ? കുറഞ്ഞതൊരു 7 കാര്യങ്ങൾ, 7 things അവിടെ ഉണ്ട്. 7 കാര്യങ്ങൾ. അതിനെ നമ്മൾ ശരിക്കും ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ 7 കാര്യങ്ങൾ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്തു. 7 കാര്യങ്ങൾ. പക്ഷെങ്കിൽ 7 കാര്യങ്ങൾ അഭിനന്ദിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, 3 കാര്യങ്ങൾ അഭിനന്ദിച്ചിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? There is something that you like. ഒരു കുറവ് നിനക്ക്. നിങ്ങൾ ചിന്തിച്ചേ, 7 നല്ല കാര്യം ചെയ്ത ആള് ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും മിണ്ടത്തില്ല. കാരണം 7 കാര്യം നല്ല കാര്യം ചെയ്തിട്ട് നിൽക്കുക. നമ്മൾ അത് കുഴപ്പം, അത് വിട്ടതെന്ന് ഇത്രയൊക്കെ ചെയ്തെടുത്ത അതെന്നാ പറയാൻ അത് എന്ന് നമ്മൾ പറയും. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ ആ നല്ല ഹൃദയമായി എനിക്കിവിടെ ഇഷ്ടം. നിന്നെ അഭിനന്ദിക്കേണ്ടത് എൻ്റെ യേശു അഭിനന്ദിക്കും. അതിനൊരു കുറവും വരുന്നില്ല. പക്ഷെ അഭിനന്ദനത്തോടൊപ്പം നിന്റെ കുറവും വെളിപ്പെടും. There is one thing that you lack. ഒരൊറ്റ കുറവേ നിന്നെ കുറിച്ച് പറയാനുള്ളൂ. അതെന്താണ്? You lost your first love. Your first love. ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്ന് നിന്നെ കുറിച്ച് ഒരു കുറവ് പറയാനുണ്ട്. You lost your first love. ആമേൻ. ഇവിടെ ഈ ആദ്യ സ്നേഹം എന്ന ആ വാക്ക് ഈ ഒരല്പം കൂടെ ടെക്നിക്കൽ വേർഡ് ആദ്യ സ്നേഹം എന്നതിന്. ഓക്കെ, ഈ ഫസ്റ്റ് ലവ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അതിൻ്റെ ടെക്നിക്കാലിറ്റി അല്ലെ ടെക്നിക്കൽ രീതി എന്ന് പറയുന്നത് എന്താണ് പറയുക? ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിച്ചുള്ള ആദ്യ നാളുകൾ എന്നാകില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വാക്കെന്ന് പറഞ്ഞ സാജു, മലയാളത്തില് പറഞ്ഞു സാജു, ഇതൊക്കെ കഴിഞ്ഞല്ലേ? എന്താ
മലയാളത്തിൽ നല്ല പറയുന്നത്. ഓ നിങ്ങൾ ആരും ഒയ്യോ എന്താ ദൈവമേ ഒന്നും പറയാൻ മേലാത്തവർ. മധുവിധു എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? പോയിട്ടില്ലേ? പോയാലും പോയില്ലേലും എക്സ്പീരിയൻസ് നമുക്കൊക്കെ അല്പമെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ ഇതിന് ഫസ്റ്റ് എക്സ്പീരിയൻസ് നമ്മുടെ ഈ മധുവിധുവിന്റെ നാള് എന്നറിയില്ല. അതിലെന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ഹണിമൂൺ. ഹണിമൂൺ, റൈറ്റ്. ഹണിമൂൺ, ഹണിമൂൺ. നിങ്ങൾ എന്ത് നഷ്ടപ്പെടുത്തി? ആ അപ്പൊ യേശുവിനെ രക്ഷിതാവായി ഭർത്താവും ഭാര്യയും വിവാഹം കഴിച്ചാല് ആദ്യ നാളുകളിലെ സ്നേഹബന്ധം എങ്ങനെയോ അതുപോലെ ഒരു റിലേഷൻഷിപ്പ് നിനക്ക് എന്നോട് ഉണ്ടായിരുന്നു. പക്ഷെ കാലം കുറെ മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? അത് നഷ്ടപ്പെട്ടു. യു ആർ നോട്ട് ഇൻ ദ റൈറ്റ് പൊസിഷൻ നൗ. അത് നീ നഷ്ടപ്പെട്ടു. അപ്പം 7 കാര്യങ്ങളും ഗുണം പറഞ്ഞിട്ട് ഒരൊറ്റ കുറ്റത്തെ കർത്താവ് കൊണ്ടു. ആ കുറ്റം ഗൗരവമുള്ളൊരു കാര്യമാണ്. സോ യു നീഡ് ടു റിട്ടേൺ. അപ്പം മടങ്ങി വരാനുള്ള 3 പടികൾ അതാ പറയുന്നത്. അത് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ പഠിത്തത്തിൽ എഫെസോസ് സഭയെ കുറിച്ചുള്ള പേര് സ്റ്റെപ്സ് ഓൺ ദ റിട്ടേൺ ജേർണി. സ്റ്റെപ്സ് ഓൺ ദ റിട്ടേൺ ജേർണി. ഓക്കെ, സ്റ്റെപ്സ് ഓൺ ദ റിട്ടേൺ ജേർണി. 3 കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. മടങ്ങി വരവിന്റെ 3 പടികൾ. നമ്പർ 1 എന്താ? ഓർക്കണം. യു നീഡ് ടു റിമെമ്പർ. ഈ മുടിയപുത്രൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി, അപ്പനെല്ലാം വിട്ടുപോയി, കയ്യിലുള്ള കാശെല്ലാം തീർത്ത് ചെലവാക്കി എല്ലാം കഴിഞ്ഞ ചാപ്പാടിന് ഒരു വകയില്ല, പട്ടിണിയായി, പന്നി തിന്നുന്ന ചാപ്പാട് പോലും ആരും കൊടുക്കാതായപ്പോൾ അവൻ ഇരുന്ന് എന്ത് ചെയ്തു? ഓർത്തു. He remembered about his father's house. തന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ച് അവൻ എന്ത് ചെയ്തു? ഓർക്കണം. ഒന്നാമത്തെ പടിയതാ, ഓർക്കണം. എന്താ ഓർക്കേണ്ടത്? ഫ്രം വേർ യു ഹാവ് ഫാളൻ. നീ എവിടെ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കണം. അത് പേഴ്സണൽ, നമ്മളെല്ലാം വ്യക്തിപരമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ നിന്നാണ് വീണിരിക്കുന്നത്. കർത്താവുമായുള്ള എൻ്റെ ബന്ധത്തിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതമാണോ, എൻ്റെ ഡെഡിക്കേഷൻ കമ്മിറ്റ്മെൻ്റ് ആണോ, എൻ്റെ ഫാസ്റ്റിംഗ് ലൈഫാണോ, എൻ്റെ ദൈവമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പാണോ, എവിടെയാണ് ഞാൻ വീണിരിക്കുന്നത്? സംവെയർ ഐ ഹാവ് ഫാളൻ, സോ ഐ നീഡ് ടു കം ബാക്ക്. ഞാനത് ഓർക്കണം. വീണത് എവിടെയാണെന്ന് ഞാൻ മനസ്സിലാക്കണം. സ്തോത്രം. ഞാൻ വിവരിക്കുന്നില്ല. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ ഈ എലീശയും ശിഷ്യന്മാരും എല്ലാവരും കൂടെ കോടാലിയും കൊണ്ട് പോയില്ലേ യോർദാന്റെ തീരത്ത് മരം മുറിക്കാനായിട്ട്. മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എന്നാ സംഭവിച്ചു? ഒരുത്തന്റെ കോടാലി ഊരി പോയി. അയ്യോ, ഞാന് അതിനെക്കുറിച്ചൊക്കെ ഉപദേശിമാരും പ്രസംഗിക്കുന്ന പ്രശ്നങ്ങൾ എന്താ ചെയ്യുമേ? ഈ കോടാലി കൊണ്ട് വെട്ടിയ മനുഷ്യനെ തല്ലിക്കൊല്ലുക ഉപദേശിമാരെല്ലാം കൂടെ കൂടി. എന്തെല്ലാ പറയുന്നറിയും? ഈ അവൻ്റെ അശ്രദ്ധ, അവൻ്റെ എന്നതാ, അവൻ കൊള്ളാത്തവനായിരുന്നു, അവനെ വെട്ടാൻ കൊള്ളത്തില്ല, ഇവന് വെട്ടാൻ അറിയത്തില്ല, മൂർച്ചയില്ലാത്ത കോടാലി, വായ്പ മേടിച്ചത്, ഇളകുന്നത്, ഇത് നോക്കാതെ ഇവൻ വെട്ടിയത് എന്നെല്ലാം പറഞ്ഞ് ഈ പാവം മനുഷ്യനെ ഇട്ട് കൊല്ലുകയാണ് എല്ലാവരും കൂടെ. പക്ഷെങ്കിൽ ഞാൻ അതിന് തയ്യാറല്ല. ഞാൻ ആ മനുഷ്യനെ അഭിനന്ദിക്കുന്നു. എന്താണ്? കോടാലി കളഞ്ഞതിലല്ല. പക്ഷെങ്കിൽ അയാള് ചെന്ന് എലീശയോട് പറഞ്ഞു, യജമാനൻ എൻ്റെ കോടാലി. He told to the right person. Number 1, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. Number 1, he told to the right person. Number 2, he knew the place where it has fallen. രണ്ടാമത്തത്, വീണ സ്ഥലം അവന് അറിയാമോ? എലീശ ചോദിച്ചു, വീണ സ്ഥലം എവിടെ? He knows the exact place. ഇന്നത്തെ പ്രശ്നം, വീണ സ്ഥലം പലർക്കും അറിയില്ല. കാരണം വീഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ ഓർക്കും? മിക്കവാറും വീഴ്ച നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഏത് സ്ഥലമാണ് പറയുന്നത്? വീണ സ്ഥലം അറിയത്തില്ല. വീണ സ്ഥലം അറിയണം. അതറിയണം. അവിടെ നിന്ന് എന്ത് ചെയ്യണം? റിമെമ്പർ ദ പ്ലേസ് വേർ യു ഹാവ് ഫാളൻ. വീണടുത്ത് നിന്ന് മടങ്ങുക. സോ നമ്പർ 1 റിമെമ്പർ. അപ്പൊ നമ്പർ 2 എന്താ പറയുക? റിപ്പൻ. അപ്പൊ ഓർത്താൽ മാത്രം പോലെ എന്ത് ചെയ്യണം? മനസ്സാൽ. സോ റിമെമ്പറിംഗ് യുവർ ഫെയിലുവർ വിൽ ലീഡ് യു ടു റിപ്പൻറ്റൻസ്. നമ്മുടെ പരാജയങ്ങളെ ഓർക്കുന്നത് നമ്മളെ എന്തിലേക്ക് നയിക്കും? മാനസാന്തരത്തിലേക്ക് നയിക്കും.
അപ്പോൾ വല്ലപ്പോഴും ഒക്കെ പരാജയങ്ങൾ പോകണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന മറ്റാരോടും കണക്ക് പറയണം. നമ്മളാരും പള്ളിയിൽ കുമ്പസാരിക്കാൻ പോകുന്നവരല്ലല്ലോ. നമുക്കാർക്കും അച്ഛൻ്റെ അടുത്ത് നിന്ന് കുമ്പസാരിച്ച് ചെയ്തു എന്ന് ഏറ്റു പറയണ്ടല്ലോ. നമുക്ക് പറയാൻ കർത്താവുണ്ടല്ലോ. നമ്മൾ ആരോടും പറയണ്ടല്ലോ. വല്ലപ്പോഴും ഇരിക്കണം, ഇരുന്ന് അല്പസമയമെടുത്ത് നാഥാ ഞാൻ അവിടെയൊക്കെ വീണിട്ടുണ്ട്, ഇന്ന ഭാഗങ്ങളൊക്കെ വീണിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയി എന്ന് ഓർക്കുമ്പോൾ അത് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കും. മാനസാന്തരത്തിലേക്ക്. സോ നമ്പർ 1 റിമെമ്പർ, നമ്പർ 2 റിട്ടൺ, അടുത്തത് നമ്പർ 3 ഡു, ചെയ്യ. ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ഓർത്താൽ അത് മാനസാന്തരമാകും. മാനസാന്തരം വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ഡു ഇറ്റ്, അത് ചെയ്യണം. എന്ത് ചെയ്യണം? ആദ്യത്തെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലവിലേക്ക് മടങ്ങി വരണം. നഷ്ടപ്പെട്ടതിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരണം. ഇത്രയുമാണ് എഫെസോസ് സഭയോട് പറയുന്നത്. അവസാനത്തെ വാക്യം വായിച്ചു നിർത്തിക്ക്. ജയിക്കുന്നവൻ ഇതിനകത്ത് നമ്മൾ ഇവിടെ കൊണ്ട് എനിക്ക് അടുത്ത ആഴ്ച 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ ഒരു ഹെരസി എഫെസോസ് സഭയിൽ കയറിയ ഒരു ഹെരസി ഉണ്ട്. അവിടെ പറയുന്നുണ്ട് നിക്കലോവിയരുടെ നടപ്പ് ഇല്ലേ? അവിടെ പറയുന്നില്ലേ? You hate the evil things of the Nicolaitans. നിക്കലോവിയർ. അപ്പൊ നിക്കലോവിയരുടെ നടപ്പിനെ കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച പറയാം. അത് 1-2 കാര്യങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് സ്മിർന സഭയെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ഇന്നത്തെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. എഫെസോസ് ചർച്ച് നമുക്ക് തരുന്ന ആത്മീയ പാഠങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പാട്ടിന്റെ റെഡി.